ओम नमो नारायणाय। भजो रे मन राम गोविंद हरि, भजो रे मन राम गोविंद हरि, भजो रे मन राम गोविंद हरि, भजो रे मन राम गोविंद हरि। जब तप साधन कछु नहीं लागत, जब तप साधन कछु नहीं लागत, करचत नहीं गटरी, भजो रे मन राम गोविंद हरि, भजो रे मन राम गोविंद हरि, भजो रे मन राम गोविंद हरि। संतत संपत सुख के कारण, संतत संपत सुख के कारण, जासे भूल परी, भजो रे मन राम गोविंद हरि, भजो रे मन राम गोविंद हरि, भजो रे मन राम गोविंद हरि। राम नाम को सुमिरन कर ले, राम नाम को सुमिरन कर ले, सिर पे मौत खरी, भजो रे मन राम गोविंद हरि, भजो रे मन राम गोविंद हरि, भजो रे मन രാമ ഗോവിന്ദ് ഹരി. ഓക്കെ, താങ്ക് യു ശ്രീറാം. നമ്മള് 3 ഗുണങ്ങളുടെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സത്വം, രജസ്, തമസ്. ഇതാണ് 3 ഗുണങ്ങള്. ഇത് പ്രകൃതി, നേച്ചറിന്റെ ആണ്, നമ്മുടെ പ്രകൃതിയുടെയാണ്. പ്രകൃതിയും പുരുഷനും ഉണ്ട്. പുരുഷന് ക്വാളിറ്റീസ് ഒന്നുമില്ല. പക്ഷെ പുരുഷൻ പ്രകൃതിയിൽ ആക്ട് ചെയ്യുമ്പോൾ, പ്രകൃതിയിൽ സ്ഥിതി ചെയ്ത് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പ്രഷൻസിന്റെ 3 ഡിസ്റ്റിങ്ക്ട് ക്ലാസിഫിക്കേഷൻസിനെയാണ് ഗുണങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് എല്ലാ ദേഹികളെയും ദേഹമായിട്ട് ബന്ധിപ്പിച്ച് നമ്മളെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഈ ഗുണങ്ങളുടെ ഇൻഫ്ലുവൻസിലാണ് എല്ലാം നടക്കുന്നത്. അപ്പൊ സത്വം എന്താണ്? തത്ര സത്വം നിർമ്മലത്വ പ്രകാശഗമനാമയം. പ്രകാശം എന്ത് ബ്രൈറ്റ് ആയിട്ടുള്ളത്, നിർമ്മലമായിട്ടുള്ളത്, പ്യുവർ ആയിട്ടുള്ളത്, ഏറ്റവും വിശുദ്ധമായിട്ടുള്ളത്, അൺടൈൻറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ് സത്വം. സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന ചാനക. സുഖമാണ് അതിൻ്റെ അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സുഖം എന്ന് പറയുമ്പോൾ നമ്മൾ ഭൗതികമായിട്ട് ഉള്ള ഒരു കാര്യങ്ങൾ കിട്ടുമ്പോൾ ഉള്ള സുഖമല്ല. എന്താണോ ദാറ്റ് സ്റ്റേറ്റ് വിച്ച് ഈസ് യുവർ ട്രൂ നേച്ചർ, എന്തിൽ നിന്ന് വ്യതിചലിക്കാതെ എപ്പോഴും നമുക്ക് ഇരിക്കാൻ പറ്റുമോ, എന്താണോ അജിറ്റേഷൻസ് ആൻഡ് ഓൾട്ടറേഷൻസ് ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് ഇന്റലക്ട്, ആ സ്റ്റേറ്റിനെയാണ് സുഖം എന്ന് പറയുന്നത്. ആ സുഖമാണ് ഇതിനെ ബന്ധിക്കുന്നത്. ജ്ഞാനസംഖ്യേന ചനക, ജ്ഞാനവും, അറിവ്, ജ്ഞാനം, അതും ഇതിൽ അറ്റാച്ച്ഡ് ആയിരിക്കുന്നു. അതായത് അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാനുള്ള ആഗ്രഹം, അറിയാനുള്ള തൃഷ്ണ, അത് അറിഞ്ഞു കഴിഞ്ഞാൽ അറിവ് എന്ന് പറയുമ്പോൾ എല്ലാം അറിവല്ല. ഇവിടെ ആധ്യാത്മികമായ അറിവിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പൊ ജീവബ്രഹ്മ ഐക്യത്തെ കുറിച്ചുള്ള അറിവാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ അറിവ് എന്ത് ജ്ഞാനം കിട്ടിയാലാണോ പിന്നെ ഒരു ജ്ഞാനവും ആവശ്യമില്ലാത്തത്, ആ ജ്ഞാനത്തിനോടാണ് ഈ സത്വം ബന്ധിച്ചിരിക്കുന്നത്. ആ ജ്ഞാനം കിട്ടാനാണ് സാത്വികനായിട്ടുള്ള ഒരാളുടെ എപ്പോഴുള്ള ശ്രമം. അപ്പം ഈ കയ്യിൽ പെട്ടെന്ന് കിട്ടി പെട്ടെന്ന് നഷ്ടപ്പെടുന്ന സാധനങ്ങളല്ല, എഫിമെറൽ തിങ്സ് അല്ല അയാൾക്ക് വേണ്ടത്. അയാളുടെ ചിന്ത, അയാളുടെ ആഗ്രഹം എപ്പോഴും നഷ്ടപ്പെടാത്ത, ഒരിക്കലും ചേഞ്ച് ചെയ്യാത്ത ഒരു സ്റ്റേറ്റിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജ്ഞാനം എന്നുള്ളത് ഒരിക്കൽ കിട്ടിയാൽ പിന്നെ പൂല്യ എന്നുള്ളതായതുകൊണ്ട് എപ്പോഴും എന്ത് കിട്ടിയാലാണോ പിന്നെ ഒന്നും വേണ്ടാത്തത്, ആ അവസ്ഥയിലേക്ക് ഉള്ള ജ്ഞാനമാണ് അയാൾക്ക് ആഗ്രഹം. രജോ രാഗാത്മകം വിദ്യം തൃഷ്ണ സംഘസമുദ്ഭവ. രജസ് രാഗം കൊണ്ട്, പാഷൻ കൊണ്ട്, അറ്റാച്ച്മെന്റ് കൊണ്ട് ഉണ്ടാവുന്നതാണ് തൃഷ്ണ. സംഘം
അറ്റാച്ച്മെന്റ്, സംഘം, രാഗം, പാഷൻ, ഇതൊക്കെ കൊണ്ടാണ് രജസ് ഉണ്ടാവുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു രാഗം ഈസ് തൃഷ്ണ എന്നുള്ളത് പാഷൻ, ആഗ്രഹം, കിട്ടാത്തൊരു സാധനം. രാഗം കിട്ടിയൊരു സാധനത്തിലുള്ള അറ്റാച്ച്മെന്റ്. അപ്പൊ കിട്ടാത്തൊരു സാധനത്തിനെ ആഗ്രഹിക്കലും കിട്ടിയ ഒരു സാധനത്തിനെ പിടിച്ചു വെക്കലും, അതിൽ രണ്ടിലുമാണ് മെന്റൽ എനർജീസ് ഒക്കെ ചെലവാകുന്നത് രജസ് അധികമുള്ളവർക്ക്. എനിക്ക് എന്തൊക്കെ ഇല്ല, എനിക്ക് അതൊക്കെ വേണം. എനിക്ക് എന്തൊക്കെ ഉണ്ടോ അതൊന്നും എനിക്ക് നഷ്ടപ്പെടരുത്. അപ്പൊ ഇല്ലാത്തത് നേടാനും ഉള്ളതിനെ പിടിച്ചു വെക്കാനും. പക്ഷെ ഇല്ലാത്തത് ഉള്ളത് എന്നുള്ളത് മുഴുവൻ ഭൗതികമായ ഒരു നിലവാരത്തിലായിരിക്കും ഒരു രജസ് ഉള്ള ഒരാൾ ചിന്തിക്കുന്നത്. എനിക്ക് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇല്ലാത്തത് പരമമായ അറിവാണ് എന്നുള്ള അറിവ് പോലും അയാൾക്കില്ല. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വഴിയില്ലല്ലോ. അപ്പൊ ഇല്ലാത്തതും ഉള്ളതും ഒക്കെ ഭൗതികമായ ഒരു വേൾഡ്ലി കോൺസെപ്റ്റിലാണ് രജസ് കൂടുതലുള്ള ഒരാൾ ചിന്തിക്കുന്നത്. അപ്പം ഭൗതികമായിട്ടുള്ളത് ചിന്തിക്കുമ്പോൾ എന്താവും? എനിക്കില്ല എന്ന് പറയുന്നത് എനിക്ക് അറിയുന്നത് തന്നെ മറ്റൊരാൾക്കുള്ളത് കൊണ്ടല്ലേ. ആർക്കും ഇല്ലാത്തത് എനിക്കില്ലെങ്കിൽ എനിക്ക് വിഷമമില്ലല്ലോ. നമ്മൾ സ്കൂളിൽ പറഞ്ഞ മാതിരി എല്ലാവരും തോറ്റു, ഞാനും തോറ്റു, നോ പ്രോബ്ലം, റൈറ്റ്? പലരും ജയിച്ചിട്ട് ഞാൻ തോറ്റാലല്ലേ പ്രശ്നം. അപ്പൊ രജസിൽ എപ്പോഴും കമ്പാരിസൺ വരും. രജസ് വരുന്നത് ഈ അറ്റാച്ച്മെന്റും ഇല്ലാത്തത് വേണമെന്നുള്ളതും ഉള്ളത് പോരുത് എന്നുള്ള തോന്നല് ഈസ് ബിക്കോസ് ഓഫ് എ കമ്പാരിസൺ. അപ്പൊ കമ്പാരിസൺ വരുമ്പോൾ എന്തായി? ദ്വന്ദ്വങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. നമ്മൾ വിചാരിക്കാതെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആവാതെ തന്നെ ഡുവാലിറ്റി വന്നു. ആൻഡ് ഡുവാലിറ്റിയിൽ നിന്നാണ് എല്ലാ അല്ലെങ്കിൽ മൾട്ടിപ്ലിസിറ്റിയിൽ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ ആജിറ്റേഷൻസും തുടങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് ഡുവാലിറ്റി, മറ്റൊരാൾക്കുണ്ട് എനിക്കില്ല എന്നുള്ള തോന്നല് എന്നെ ഇൻഫീരിയർ ആക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരാൾക്കുണ്ട്, മറ്റൊരാൾക്കില്ല എനിക്കുണ്ട് എന്നുള്ള തോന്നൽ എന്നെ സുപ്പീരിയർ ആക്കുന്നു. ഞാനൊരു കൂടുതൽ, അപ്പം ഇത് ഇല്ലാത്തത് എനിക്ക് വേണം, ഉള്ളത് എനിക്ക് നഷ്ടപ്പെടരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് രജസ് നമ്മളെ ബന്ധിക്കുന്നു. തന്നിബദ്നാദി കൗന്ദേയ കർമ്മസംഖ്യേന ദേഹിനം. അപ്പൊ എന്ത് ചെയ്യും? ഉണ്ട്, എനിക്കില്ല, ഉള്ളത് കിട്ടാൻ വേണ്ടി ഉള്ള പണിയെടുക്കല്. അപ്പൊ പണിയെടുക്കല് എന്നുള്ളത് നമ്മൾ കർമ്മയോഗത്തിൽ പറഞ്ഞ മാതിരി സെൽഫ്ലെസ് ആക്ഷൻ ആവണില്ല, സെൽഫിഷ് ആക്ഷൻ ആവും. കാരണം എനിക്കിത് വേണം, എനിക്കിത് വേണം. എനിക്കത് എന്തിനാണ് വേണ്ടത്? പല ആവശ്യങ്ങൾ കൊണ്ടാവാം. വേറൊരു കാരണം, എനിക്ക് ജോലി ചെയ്തിട്ട് വേണം എൻ്റെ കുടുംബത്തിനെ പുലർത്താൻ, ഇല്ലെങ്കിൽ ആഹാരം കിട്ടില്ല. അത് രജസ് അല്ല, അത് നല്ല ഗുണം തന്നെയാണ് ജോലി ചെയ്യണം എന്നുള്ളത്. പക്ഷെ എനിക്ക് ജോലി ചെയ്തിട്ട് എൻ്റെ കുടുംബത്തിനെ പുലർത്തിയാൽ മാത്രം പോരാ. എനിക്ക് ജോലി ചെയ്തിട്ട് എനിക്ക് സെൻസ് പ്ലഷേഴ്സ് ഉള്ള കാര്യങ്ങളെയൊക്കെ അക്വയർ ചെയ്യണം. അപ്പൊ അങ്ങനെ അക്വയർ ചെയ്ത് വരുമ്പോൾ അക്വയർ ചെയ്യുന്നതിനോട് അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ വിരോധമില്ല. എൻ്റെ വീട്ടിന്റെ മുറ്റത്ത് പോർഷെ കാറ് കിടക്കുന്നുണ്ട്, ബട്ട് ഐ ഡോണ്ട് കെയർ, ഇറ്റ്സ് ജസ്റ്റ് അനദർ കാർ എന്നുള്ള ആറ്റിറ്റ്യൂഡ്. എന്തോ ഭഗവാൻ എനിക്ക് അനുഗ്രഹം കൊണ്ട് പോർഷെ മേടിക്കാനുള്ള കാശ് ഒന്നും, അതുകൊണ്ട് ഞാൻ മേടിച്ചു, നോ ബിഗ് ഡീൽ. റോൾസ് റോയ്സ് മേടിച്ചു, നോ ബിഗ് ഡീൽ. 4 കിടക്കുന്നുണ്ട് എൻ്റെ വീട്ടുമുറ്റത്ത്, ബട്ട് ഐ ജസ്റ്റ് ഡോണ്ട് റിയലി ബോദർ അബൌട്ട് ഇറ്റ് എന്നുള്ളതാണെങ്കിൽ ശരി. പക്ഷേ ആ റോൾസ് റോയ്സിൽ വരുന്ന ഓരോ വരകളും സ്വന്തം നെഞ്ചിലുള്ള വരകളായിട്ട് മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ റോൾസ് റോയ്സില് ആരെങ്കിലും വന്ന് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനോഹരമായ ഒരു കാർ ഉണ്ടല്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആനന്ദം വർദ്ധിക്കുകയും, ഒരു റോൾസ് റോയ്സേ ഉള്ളോ, എനിക്ക് 3 ഉണ്ടെന്ന് മറ്റൊരാൾ പറയുമ്പോൾ അസൂയയും കുശുമ്പും വർദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് രജസ് തന്നെയാണ്. അപ്പം ഈ ഗുണങ്ങള്, അപ്പൊ ധാരാളം സമ്പത്തുള്ള ഒരാൾ രജസ്വി ആവും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ധാരാളം സമ്പത്തുള്ള ഒരാൾ സാത്വികനാവാം. പക്ഷെ എങ്ങനെ അയാൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഉള്ളത് കൊണ്ടും ഇല്ലാത്തത് കൊണ്ടുള്ള വ്യത്യാസമല്ല, ദി മെന്റൽ ആറ്റിറ്റ്യൂഡ് വിത്ത് വിച്ച് ഇറ്റ്. ഇപ്പൊ ഒരു കഥ പറയും. 3 പേര്, ഒരു 3 ചങ്ങാതിമാരും കൂടെ ഒരു പട്ടണത്തിലേക്ക് നടക്കുകയായിരുന്നു. അപ്പം നല്ല ചൂടുള്ള സമയമാണ്. കുറെ നേരം നടന്ന് തളർന്നിരുന്നപ്പോ അവര് എന്തെങ്കിലും ആഹാരമൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞപ്പോ ഒരു മാവ് കണ്ടു. നല്ല മാവൊക്കെ പൂത്ത് നിൽക്കണം. അപ്പൊ ആദ്യത്തെ ആള് പറഞ്ഞു, ഞാൻ പോയിട്ട് നമുക്കിത് കഴിക്കാം, ഞാൻ പോയി കുറച്ച് കഴിക്കാന്ന് പറഞ്ഞു. അയാൾ പോയി മാവിന് എത്തിയപ്പോ മാവെന്ന് മാങ്ങ പറിക്കാന്ന് വിചാരിച്ചിട്ടാ പോയത്. അടുത്തെത്തിയപ്പോ നല്ല പഴുത്ത മാങ്ങ നിലത്ത് വീണ് കിടക്കണം. അയാൾ വിചാരിച്ചു, നല്ല പഴുത്ത മാങ്ങ നിലത്ത് വീണ് കിടക്കണം, ഇനിയിപ്പോ എന്തിനാ മാവെന്ന് പറിക്കണേ, എനിക്ക് വേണ്ടത് നിലത്തന്നെ ഉണ്ടല്ലോ. നിലത്തുനിന്ന് പഴുത്ത മാങ്ങ അയാൾ കഴിച്ചു കഴിഞ്ഞപ്പോ അയാൾക്ക് തോന്നി, അയ്യോ, ഈ മാവ് ആരും വെച്ചതല്ല,
ഇതിങ്ങനെ വഴിയോരത്ത് നിൽക്കുന്നതാണ്. ഇതിൽ നിന്ന് ഞാനിപ്പോ കഴിച്ചു, ഞാൻ ഈ കഴിച്ചുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം വേണ്ടേ, എന്തായാലും മാങ്ങയുടെ സീഡിനെ ഞാൻ അപ്പുറത്ത് കുഴിച്ചിടാം, ഇത് മറ്റൊരു മാവായിട്ട് കുറെ കാലം കഴിയുമ്പോൾ ആർക്കെങ്കിലും ഗുണം ഉണ്ടായിക്കോളുമല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ ചെയ്തു. അപ്പൊ അയാൾക്ക് വയറ് നിറഞ്ഞു, മാവ് കഴിച്ച് വയറ് നിറഞ്ഞു. രണ്ടാമത്തെ ഫ്രണ്ട് വന്നു, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആൾ വന്നു. അയാൾ വന്ന് നിലത്ത് അപ്പോഴും മാങ്ങകൾ ബാക്കി കിടക്കുന്നുണ്ട്. പക്ഷെ നിലത്ത് കിടക്കുന്ന മാങ്ങ അത്ര സുഖം ഉണ്ടാവില്ല. എപ്പോ വീണതാണാവോ, എത്രയുള്ളതാണാവോ, ഹേയ് കൊമ്പിൽ നല്ലോണം പഴുത്ത മാങ്ങയുണ്ടല്ലോ, അതെടുക്കാം എന്ന് പറഞ്ഞ് അയാള് കൊമ്പിൽ മാങ്ങ കഴിച്ചു. നല്ല സ്വാദുള്ള മാങ്ങ. ഇത് ആരുടെയും മാവല്ല, ഇതിങ്ങനെ പുറമ്പോക്കിൽ നിൽക്കണു. ഇതിങ്ങനെ ഉണ്ടായിട്ട് എന്താ ഗുണം? ഇഷ്ടം പോലെ മാവും ഉണ്ട്. എന്നാ പിന്നെ കുറെ മാങ്ങ ഇങ്ങോട്ട് പറിച്ച് ബാഗിലാക്കി അടുത്ത് എന്തായാലും പോണ വഴിക്ക് ഗ്രാമത്തിലേക്ക് പോയിട്ട് ഇതിനെ വിൽക്കാം, അവിടെ കൊണ്ട് വിറ്റേക്കാം. വല്ലവരുടെയും മാവാണ്, കുറെ പറിച്ച് വിറ്റേക്കാം. ഇനി മാവ് മാത്രമല്ല, ഈ കൊമ്പൊക്കെ വല്ലാതെ തൂങ്ങിക്കിടക്കണു, എന്നാൽ ഇതുകൊണ്ട് വിറകായിട്ടും വിൽക്കാൻ പറഞ്ഞാൽ അവർ കൊമ്പിനെയും മുറിച്ച് കയ്യിൽ കൊണ്ടുപോയി. സോ അങ്ങനെ മൂന്നാമത്തെ ആള് വന്നു. മൂന്നാമത്തെ ആള് വന്നിട്ട് നിലത്ത് മാങ്ങയുണ്ട്, നിലത്തുള്ളത് പറ്റില്ല. എന്നാ കുറച്ച് പഴുത്ത മാങ്ങ, നല്ല പഴുത്ത് കാണുന്നത് കുറച്ച് മുകളിലാണ്, കയറാനൊന്നും വയ്യ, മടി. താഴത്തുള്ള ഒന്നിനെ പറിച്ചു. അത് പച്ചമാങ്ങയായിരുന്നു. അത് കഴിച്ചപ്പോൾ ദേഷ്യം വന്നു. എനിക്ക് മാങ്ങ ഒക്കെ മുകളിലുള്ളതും പോരാ, താഴത്തുള്ളത് പച്ചമാങ്ങ തിന്നാനും പറ്റില്ല, ദേഷ്യം വന്നു. ഒരു മഴു എടുത്ത്, ഇങ്ങനെ എന്തിനാ മരം നിൽക്കണേ, ഇത് പുറമ്പോക്കുള്ള മരമാണ്, പഴുത്ത മാങ്ങ പോലും താഴത്തില്ല, എന്തിനുള്ളത് പറഞ്ഞ് മാവിനെ വെട്ടി. റൈറ്റ്? 3 പേരും കണ്ടത് ഒരേ സാധനം. കറക്റ്റ്? 3 പേരും അപ്രോച്ച് ചെയ്തത് ഒരേ സാധനം. ഈവൻ ഭൗതികമായ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിലും ഇത് ആധ്യാത്മിക കാര്യമൊന്നുമല്ല, കണ്ടത് ഒരു മാവിനെ തന്നെയാണ്. പക്ഷെ 3 പേരും കണ്ടത് 3 വ്യത്യസ്ത തരത്തില്, അതിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചതും 3 വ്യത്യസ്ത തരത്തില്. അപ്പൊ നമുക്ക് വേൾഡ്ലി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവാം, പക്ഷെ നമ്മളത് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത് വ്യത്യസ്ത തരത്തിലാവാം, ബേസ്ഡ് ഓൺ അവർ ഇന്റേണൽ ടെൻഡൻസീസ്. ഭഗവാൻ ഈ അധ്യായത്തിൽ മുഴുവൻ പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റലക്ട് ഉള്ളത് കൊണ്ട് നിങ്ങൾ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യണം, എന്നിട്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഉയരണം. അല്ലാതെ ഉള്ള ടെൻഡൻസീസ് വെച്ച്, ബേസൽ ടെൻഡൻസീസ് വെച്ച് ജീവിക്കരുത്. മനുഷ്യജന്മം കിട്ടിയത് തന്നെ 46 ലക്ഷം യോനികളെക്കാളും വലുതാണ് മർത്യജന്മം, അങ്ങനത്തെ നമ്പറൊക്കെ പറയും. അത്രയും ഉയർന്നൊരു മനുഷ്യജന്മം കിട്ടിയത് തന്നെ ഇനിയുള്ള ഇവല്യൂഷനെ സ്പീഡപ്പ് ചെയ്യാനാണ്. അവിടെ നിന്ന് താഴേക്ക് പോവരുത് എന്നുള്ള ഒരു ഐഡിയ. അപ്പൊ തമസ് അജ്ഞാനജം വിധി. തമസില് അജ്ഞാനമാണ്. മാവില് നല്ല മാങ്ങയുണ്ടെങ്കിലും അത് ഉപയോഗിക്കാനുള്ള കഴിവില്ലായ്മയാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ എല്ലാ കഴിവുകളും ഉണ്ടെങ്കിലും തമസ് കാരണം, ഡൾനെസ് കാരണം, ഇനർഷ്യ കാരണം, ഐഡിൽനെസ് കാരണം അത് ഉപയോഗിക്കാതിരിക്കാനുള്ള, മുകളിൽ നല്ല മാങ്ങ മുകളിലുണ്ടെങ്കിൽ ഒന്ന് കയറാനുള്ള ശ്രമമില്ലായ്മ കൊണ്ട് താഴെ നിന്നുള്ളത് തന്നെ പറിച്ച് താഴെയുള്ളത് മോശമാകുമ്പോൾ എല്ലാവരെയും കുറ്റം പറയുന്ന, അല്ലെങ്കിൽ എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് തമസ്. മോഹനം സർവദേഹിനാം, ഡെല്യൂഷൻ ആണ് അതിന്റെ ലക്ഷണം. പ്രമാദം, ആലസ്യം, നിദ്ര, ഈ 3 എണ്ണമാണ് അതിന്റെ മാനിഫെസ്റ്റേഷൻസ്. പ്രമാദം, ഡെല്യൂഡഡ്; ആലസ്യം, ലേസിനെസ്; നിദ്ര, ഏത് സമയത്ത് ഉറങ്ങുക എന്നുള്ളത് ഫിസിക്കലി ഉറക്കാവേണ്ട, ബുദ്ധിയും മനസ്സും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഉറങ്ങുക എന്നുള്ള പറയുമ്പോൾ. ബുദ്ധി ഉപയോഗിക്കാതിരിക്കുക, ഇന്റലക്ട് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഈ 3 എണ്ണം. പിന്നെ ഭഗവാൻ അതിനെ 3 സമ്മറൈസ് ചെയ്ത് പറഞ്ഞു. സത്വം സുഖേ സഞ്ജയതി രജത് കർമാണി ഭാരത. സത്വം സുഖം തരുന്നു, രജസ് ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുന്നു, ജ്ഞാനമാവൃത്യതു തമഹ. തമസ് ജ്ഞാനത്തിനെ കവർ ചെയ്യുന്നു, ജ്ഞാനത്തിനെ ആവരണം ചെയ്യുന്നു. 3 ക്വാളിറ്റീസ് ആണ് പ്രധാനമായിട്ടുള്ള ക്വാളിറ്റീസ്. രജസ് തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത. രജസത്വം തമശ്ചൈവ തമസത്വം രജസ്തദാ. രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും അതിക്രമിച്ചിട്ട് സത്വം പ്രത്യക്ഷമാകുന്നു, സത്വത്തെയും തമോ ഗുണത്തെയും അതിക്രമിച്ച് രജസ് പ്രത്യക്ഷമാകുന്നു. അതേപോലെ സത്വത്തെയും രജസിനെയും അശക്തമാക്കിയിട്ട് തമസ് പ്രത്യക്ഷമാവുന്നു. അപ്പോൾ ഈ 3 ക്വാളിറ്റീസും നമ്മളിൽ പല വിധത്തിലുണ്ടെങ്കിലും ഒരു ഡോമിനന്റ് ക്വാളിറ്റി ഉണ്ട് നമുക്ക്. പക്ഷെ ആ ഡോമിനന്റ് ക്വാളിറ്റി, ഇപ്പൊ തമസാണ് ഡോമിനന്റ് എങ്കിൽ തമസിൽ ജീവിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. തമസിൽ നിന്ന് ഉയരാനുള്ള കഴിവുണ്ട്. രജസ് ആണെങ്കിൽ രജസിൽ നിന്നും ഉയരാനുള്ള കഴിവുണ്ട്. ഇനി സത്വാണെങ്കിലോ അതിൽ നിന്നും ഉയരാനുള്ള കഴിവുണ്ട്. നിങ്ങൾക്ക് ഗുണാതീതനാവാനുള്ള കഴിവും നിങ്ങൾക്കുണ്ട് എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്നിട്ട് ഇത് 3 എണ്ണം പറഞ്ഞതിന് ശേഷം ഈ ഓരോ ഗുണങ്ങളുടെയും
എക്സ്പ്രഷൻസും കൂടെ പറയാണ്. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായത. നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കിയത് എല്ലാ ശരീരത്തിന്റെ എല്ലാ ദ്വാരങ്ങളിൽ നിന്നും നവദ്വാരങ്ങളിൽ നിന്നും പ്രകാശമാണ്. എപ്പോഴും അങ്ങനെയുള്ള ഒരു സാത്വിക ഗുണമുള്ള ഒരാള് അയാളുടെ കണ്ണുകളിൽ കൂടിയും അയാളുടെ സംസാരത്തിൽ കൂടിയും ഒക്കെ ഹി ഗിവ്സ് ലൈറ്റ്. ലൈറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ലൈറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. അയാള് പ്രകാശകരമായ ശുഭകരമായ കാര്യങ്ങൾ മാത്രം അയാളിൽ നിന്നുണ്ടാവും. അയാൾ നോക്കി കാണുന്നതിലെല്ലാം നല്ലതിനെ കാണുന്നു, പറയുന്ന വാക്കുകളെല്ലാം നല്ലതാവുന്നു, അയാൾ ചെയ്യുന്നത് മുഴുവൻ കാണുന്നത് മുഴുവൻ നല്ലത്. അയാളിൽ ഒരു ഇംപ്യൂരിറ്റീസും ഇല്ല. ജ്ഞാനം യഥാ തഥാ വിദ്യാദ്വിവൃദ്ധം സത്വമിത്യത. അപ്പൊ സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നു എന്നറിയാം. എങ്ങനെ? ജ്ഞാനപ്രകാശമാണ് അയാൾക്ക് എപ്പോഴും ഉണ്ടാകുന്നത്. ജ്ഞാനം യഥാ തഥാ വിദ്യ. ജ്ഞാനവും വിദ്യയാണ് അയാൾ എപ്പോഴും പറയുന്നതും അയാൾ എപ്പോഴും ചെയ്യുന്നതും. അങ്ങനെ ഒരാള് സത്വഗുണം. ലോഭപ്രവൃത്തിരാരംഭ കർമ്മണാം അശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ ഭരതർഷഭ. രജസ് എപ്പോഴാ വർദ്ധിച്ചിരിക്കുന്നത്? ആർത്തി കാരണം ഇനിയും ഇനിയും വേണം എന്ന് പറഞ്ഞ് പ്രവൃത്തി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലാവില്ല പുറമേ നിന്ന് അയാൾ വളരെ ഹാർഡ് വർക്കർ ആണെന്ന് തോന്നും. പക്ഷെ മെന്റൽ ആറ്റിറ്റ്യൂഡ് ബിഹൈൻഡ് ദ ഹാർഡ് വർക്ക് ഈസ് എനിക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ആഗ്രഹം മാത്രം. അത്യാർത്തി ആൻഡ് സെൽഫിഷ് ഇൻട്രസ്റ്റ് കൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും ഇനിയും എനിക്കില്ലാത്തതൊക്കെ വേണം, ഉള്ളതൊന്നും എൻ്റെ കയ്യിൽ നിന്ന് പോവരുത് എന്നുള്ളതിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മനസ്സിനൊരു സമാധാനവും ഇല്ല. ഓൾവേസ് മനസ്സ് അജിറ്റേറ്റഡ് ആണ്. എത്ര ചെയ്താലും തൃപ്തിയില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്തു, എന്നാലും തൃപ്തിയില്ല. ഇനിയും വേണം ഇനിയും വേണം എന്നുള്ള ചിന്ത. തീർന്നിട്ടില്ല, കിട്ടാനുള്ളതൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പം അവസാനം അപ്പം നമ്മൾ പറയില്ല, ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു വീട് മേടിച്ചു, ഒരു മീഡിയം സൈസ് വീടുകളൊക്കെ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിൽ പോയി താമസിച്ചു. സോ ദ പീപ്പിൾ ദാറ്റ് യു ജനറലി സീ ആർ അങ്ങനെയുള്ള വീടുകളുള്ള കമ്മ്യൂണിറ്റി, അങ്ങനെയുള്ള കാറുകളുള്ള കമ്മ്യൂണിറ്റി. പക്ഷേ യു കീപ്പ് ഓൺ വർക്കിംഗ്, കുറച്ച് കാശ് കൂടുതൽ, എന്നാൽ കുറച്ച് ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക് പോകാം. കുറെ ലോണൊക്കെ എടുത്തിട്ട് യു മൂവ് ഇൻ ടു എ ബിഗർ ഹൗസ് ഇൻ എ ബിഗർ കമ്മ്യൂണിറ്റി. സഡൻലി യു സീ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാസ്റ്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻവയൺമെന്റ് there. Now you want to rise up to that level, social status. അപ്പൊ എന്ത് ചെയ്യും? വീണ്ടും പണിയെടുക്കും അടുത്ത സ്റ്റാറ്റസിലേക്ക് ഉയരാൻ വേണ്ടി. റൈറ്റ്? അയ്യോ, ചുറ്റുമുള്ളവർക്ക് ഇതൊക്കെ ഉണ്ട്, എനിക്കില്ല, അപ്പൊ എന്റെ സ്റ്റാറ്റസിലേക്ക് ഉയരണം. രജസാണ്. കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. ആ കർമ്മത്തിന് ഒരു സെൽഫ്ലെസ് മോട്ടീവ് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാം എനിക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട്. ആ കാര്യം പുതിയതൊന്നും നമ്മൾ വളരെ ചിന്തിച്ചു നോക്കിയാല് എനിക്ക് നന്നായിട്ട് ഓടുന്ന ഒരു ഹോണ്ട കാർ ഉള്ളതും നന്നായിട്ട് ഓടുന്ന ഒരു പോർഷ് കാർ ഉള്ളതും റിയലിസ്റ്റിക്കലി ഈസ് ദർ എ ഡിഫറൻസ്? I mean, you can say subtle difference. ഇല്ല, ഒന്നിന്റെ എൻജിൻ is all finely tuned to do ഇതെന്നൊക്കെ പറയാം. But if conveyance or travel is my basic aim, both will satisfy it, right? പക്ഷേ അപ്പൊ ഒന്ന് മേടിച്ച് അതിൽ സന്തുഷ്ടനാവുന്നതാണോ നല്ലത്, അല്ല മറ്റൊന്ന് മേടിച്ച് അതിന് എന്ത് പറ്റുമെന്ന് ആലോചിച്ച് ഓൾവേസ് വറീഡ് ആവുന്നതാണോ? റൈറ്റ്? അപ്പൊ അത് മെന്റൽ മേക്കപ്പ്. ചിലവർക്ക് ഇപ്പൊ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, ഐ റിയലി ഡോണ്ട് കെയർ, ഐ ഡോണ്ട് കെയർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ ഹോണ്ട ഓർ എ പോർഷ്, അങ്ങനെയൊക്കെ ആ ഒരു ലെവലിൽ എത്തുകയാണെങ്കിൽ എനി കാർ ഇസ് എ ഗുഡ് കാർ. പക്ഷെ അത് നിങ്ങൾക്ക് ഒരു പുതിയ സാധനം മേടിച്ചിട്ട് അത് പിടിച്ചു വെക്കാനുള്ള അജിറ്റേഷൻസ് മനസ്സിലുണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ സാധനം കിട്ടാനുള്ള അജിറ്റേഷൻസ് ഉണ്ടാവുന്നുവെങ്കിൽ അത് രജസാണ്. രജസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവണം. ഉള്ളത് കൊണ്ട് തൃപ്തിയില്ല എന്നുള്ള അവസ്ഥയിൽ രജസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. രജോ ഗുണം നിങ്ങളെ വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ചെയ്യാൻ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം. അതിന്റെ ഇഫക്ട്സ് വരും. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളത് ഭഗവാൻ ഈ അധ്യായത്തിൽ ഇനിയും പറയുന്നുണ്ട്. ഈ ഗുണങ്ങൾ വർദ്ധിക്കുമ്പോൾ എന്താണെന്ന്. അപ്രകാശോ പ്രവർത്തിച്ച പ്രമാദോ മോഹ ഏവജ തമസ്യേതാനി ജായന്തേ വിവൃദ്ധേ കുരുനന്ദന. തമസ് വർദ്ധിച്ചിരിക്കുക എപ്പോഴാണ് അറിയേണ്ടത്? എനിക്ക് ഒന്നും ചെയ്യാനൊരു ആഗ്രഹമില്ല, അറിയാം എനിക്ക് ഇവിടെ ഒന്നും ഇല്ല എന്ന്. എന്തെങ്കിലും പണിയെടുത്താലേ ആഹാരം കിട്ടുമെന്ന് അറിയാം, എന്നാലും പണിയെടുക്കാൻ ഒരു മടി, എഴുന്നേക്കാൻ വയ്യ, ആലസ്യം. ആരെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരട്ടെ, ഞാൻ കഴിച്ചോളാം, അല്ലെങ്കിൽ ആരെങ്കിലും ജോലി ചെയ്ത് കൊണ്ടുവന്നോട്ടെ, ഞാൻ അനുഭവിച്ചോളാം, എനിക്കായിട്ട് ഒന്നും ചെയ്യാൻ വയ്യ, പ്രമാദം, ആലസ്യം, നിദ്ര, ഇതൊക്കെയാണ്. അതൊക്കെ മനസ്സിലുണ്ടെങ്കിൽ, അതൊക്കെയാണ് നമ്മുടെ ആട്രിബ്യൂട്ട്സ് എങ്കിൽ തമസ് വർദ്ധിക്കുന്നു എന്നറിയുക. അപ്പൊ ഇത് ശരീരത്തിന്റെ മാത്രം
മനസ്സിന്റെയും ശരീരത്തിന്റെയും ആവാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോ മനസ്സ് റിഫ്രഷ് ചെയ്താൽ തമസിൽ നിന്ന് പുറത്തു വരാം, കുറച്ചൊക്കെ പുറത്തു വരാം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ബേസിക് ടെൻഡൻസീസ് വിൽ റിമെയിൻ അങ്ങനെ. അതാണ് യഥാ സത്വേ പ്രവൃദ്ധേതു പ്രളയം യാതി ദേഹത്തിൽ. ഇത് നമ്മൾ ചെയ്തിട്ടില്ല. യഥാ സത്വേ പ്രവൃദ്ധേതു പ്രളയം യാതി ദേഹഭൃത തദോത്തമവിദാം ലോകാൻ അമലാൻ പ്രതിപദ്യതേ. സത്വേ പ്രവൃദ്ധേതു. യഥാ സത്വേ പ്രവൃദ്ധേതു. സത്വം ഉയർന്നിരിക്കുമ്പോൾ. അപ്പൊ ഇത് ഇനിയുള്ള ഇഫക്ട്സ് പറയാനേ. ഈ 3 ഗുണങ്ങളും ഇത്രയും സമയം പറഞ്ഞത് 3 ഗുണങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തു. 3 ഗുണങ്ങൾ ഉണ്ടാക്കുന്ന ഇഫക്ട്സിനെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി വേറൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സത്വവും രജസ്സും തമസ്സും, ഈ 3 ഗുണങ്ങള് എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ജീവിതത്തില് നമ്മൾ ഇപ്പൊ ജീവിക്കുമ്പോഴല്ലേ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനൊരു താമസികനാണ്, അയ്യോ ഇത്രയും വയസ്സൊക്കെയായി, ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയി, പൊക്കോട്ടെ, ഇനി എനിക്കൊന്നും വയ്യ, അതാണ് ആറ്റിറ്റ്യൂഡ് എങ്കിൽ, റൈറ്റ്? സോ ഹീസ് ട്രൈങ് ടു സേ ദാറ്റ് നിങ്ങൾ ഇത്രയും ഒരു മനുഷ്യജന്മം കിട്ടി, ഇത്രയൊക്കെ ഇന്റലക്ച്വലി പ്രോഗ്രസ് ചെയ്യാനുള്ള കഴിവുണ്ടായി, എന്നിട്ടും ചിലപ്പോ നിങ്ങളുടെ മനസ്സിൽ ഇത്രയൊക്കെ ആയില്ലേ, ഇതൊക്കെ മതി, ഇപ്പോഴൊക്കെ ഇതൊക്കെ ഇങ്ങനെ പൊക്കോട്ടെ എന്നാണ് ഭാവമെങ്കിൽ ഇതൊന്നും അങ്ങനെ പോവില്ല, ഇനിയും ഇതും കൊണ്ടേ വരൂ എന്ന് പറയാണ്. സോ ദാറ്റ് ടൈം ടു ചേഞ്ച് ഇസ് റൈറ്റ് നൗ. ഭഗവത്ഗീതയുടെ കംപ്ലീറ്റ് അണ്ടർലൈൻ തിങ് ഈസ് ടൈം ടു ചേഞ്ച് ഇസ് നോട്ട് ടുമോറോ, ടൈം ടു ചേഞ്ച് ഇസ് റൈറ്റ് നൗ, റൈറ്റ്? അപ്പൊ അങ്ങനെ നമ്മൾ 8ാമത്തെ അധ്യായത്തിലും റീഇൻകാർണേഷനെ പറ്റി പറഞ്ഞപ്പോൾ ഓരോ ചിന്തകൾ ഉള്ളപ്പം ദേഹി എവിടേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, സ്വർഗലോകത്തിലേക്ക്, ബ്രഹ്മലോകത്തിലേക്ക്, ആ തോട്ട് ഇതും കൊണ്ട്. അപ്പൊ നമ്മുടെ മരണം എന്നുള്ളത് ഈസ് ഓൺലി എ ചേഞ്ച് among many changes, right? പക്ഷേ ഇറ്റ് ഈസ് ദി മേജർ ചേഞ്ച് ഫോർ ദ ബോഡി. ശരീരത്തിന് ഇറ്റ് ഈസ് ദി മേജർ ചേഞ്ച്. ശരീരത്തിൽ മറ്റു ചേഞ്ചുകളും ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വയസ്സാവുന്നുണ്ട്, നമ്മുടെ സെല്ലുകൾ നശിക്കുന്നുണ്ട്, ശരീരത്തിൽ ചുളിവുകൾ വരുന്നുണ്ട്, മുടി നരയ്ക്കുന്നുണ്ട്, ആ ശരീരം ക്ഷീണിക്കുന്നുണ്ട്, എനർജി ഇല്ലാണ്ടാവുന്നുണ്ട്, ചേഞ്ചുകൾ ശരീരത്തിൽ വരുന്നുണ്ട്. പക്ഷേ the drastic major change that happens to the body is death. മരണം എന്ന് നമ്മൾ ഇപ്പൊ വിവക്ഷിക്കുന്നത് ശരീരത്തിന് മാത്രമുള്ള ഒരു ചേഞ്ചാണ്. അത് സ്ഥൂല ശരീരത്തിന്, ദ ഗ്രോസ് ബോഡി. പക്ഷെ നമുക്ക് അതിനുള്ളിലൊരു സൂക്ഷ്മ ശരീരമുണ്ട്, അതിനും സട്ടിലായിട്ടൊരു കാരണ ശരീരമുണ്ട്, റൈറ്റ്? സട്ടിൽ ബോഡി ഉണ്ട്, കോസൽ ബോഡി ഉണ്ട്. കോസൽ ബോഡി എന്ന് പറയുന്നതാണ് വാസനാസ്. സട്ടിൽ ബോഡി ഈ മൈൻഡ്, എക്യുപ്മെന്റ്, ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഈ മൈൻഡും എക്യുപ്മെന്റും മൈൻഡ് ബേസിക്കലി ബഞ്ച് ഓഫ് തോട്ട്സ്. അപ്പൊ മൈൻഡിൽ എന്താണ്? നമ്മുടെ ചിന്തകളാണ് മൈൻഡ്. ആ ചിന്തകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതാണ് ഇന്റലക്ട്. സോ ബേസിക്കലി മൈൻഡ് ആൻഡ് ഇന്റലക്ട് ആർ നത്തിങ് ബട്ട് എ ബണ്ടിൽ ഓഫ് തോട്ട്സ്. ഈവൻ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കൂടെ നമ്മുടെ ചിന്തകളല്ലേ നമ്മുടെ ആക്ഷൻസിനെ ഒക്കെ ഗൈഡ് ചെയ്യുന്നത്. ജീവിച്ചിരിക്കുമ്പോഴും ചിന്തകളാണ് നമ്മുടെ ആക്ഷൻസിനെ ഒക്കെ ഗൈഡ് ചെയ്യുന്നതെങ്കിൽ ആ സട്ടിൽ ബോഡി, ഗ്രോസ് ബോഡി പോയാലും, ഗ്രോസ് ബോഡിയിൽ അത് ആക്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ, ആ ഗ്രോസ് ബോഡി പോയാലും ദാറ്റ് സട്ടിൽ ബോഡി ഷുഡ് ഹാവ് ആൻ ഇൻഫ്ലുവൻസ്. നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് ആ സട്ടിൽ ബോഡിയിലെ ചിന്തകൾക്ക് അനുസരിച്ചുള്ള ഒരു ദേഹമാണ് നിങ്ങൾ പിന്നെ എടുക്കുക ടു കണ്ടിന്യൂ ദിസ് പ്രോഗ്രഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ സ്വയം ഉയർത്തിയില്ലെങ്കിൽ you are going to end up with the same tendencies and you have no chance to correct, or you have another chance to correct, but it is after some time. അപ്പോൾ പറയുന്നത് എന്താ വേണ്ടത്? ഇത് ഇപ്പോ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് ഉയരുക എന്നുള്ളതാണ് ആവശ്യം. കാരണം whatever happens after death is dictated by the quality and quantity of your thoughts. Thoughts എന്ന് പറയുമ്പോൾ desires, attachments ഒക്കെ. അപ്പൊ അതുകൊണ്ട് അത് ചിന്തിക്കണം. അപ്പൊ അതിനു വേണ്ടിയുള്ളതാണ് അടുത്ത 3 ശ്ലോകങ്ങൾ. ഭഗവാൻ ഓരോന്നുണ്ടാവുമ്പോ, ഓരോ ഗുണങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എന്താണെന്ന് പറയുന്നത്. യഥാ സത്വേ പ്രവൃദ്ധേതു, സത്വം വർദ്ധിച്ചിരിക്കുകയാണെങ്കിൽ പ്രളയം യാതി ദേഹഭൃത്, ദേഹി മരണത്തെ പ്രാപിക്കുമ്പോൾ, പ്രളയം എന്ന് പറയുമ്പോൾ ഡിസല്യൂഷൻ, മരണം എന്നുള്ളത്
ബോഡിയുടെ അവസ്ഥയാണ്. ഡിസൊല്യൂഷൻ എന്നുള്ളത് ഗ്രോസ്നെസ് പോയി കിട്ടുമ്പോൾ, നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ടിടുമ്പോൾ ഉപ്പ് ഡിസോൾവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഉപ്പ് ഇല്ലാതാവണില്ല, ഉപ്പ് വെള്ളത്തിലേക്ക് പരക്കുന്നു. അതേപോലെ ഗ്രോസ് ആയിട്ടുള്ള ഒരു സാധനം ഗെറ്റിംഗ് ഡിസ്പേഴ്സ്ഡ് ഇൻ ടു എ മോർ സട്ടിൽ തിങ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ തോട്ട് മെർജസ് ഇൻ ടു ദി യൂണിവേഴ്സൽ തോട്ട് കോൺഷ്യസ്നസ്. മരണം എന്നുള്ളത് പറയുമ്പോൾ നമ്മുടെ സട്ടിൽ ബോഡി ജസ്റ്റ് മെർജസ്. വെള്ളത്തിൽ ഉപ്പിടുമ്പോൾ ഉപ്പ് വെള്ളത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന പോലെ, ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞ് ഉപ്പിനെ വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റാതാവുന്നത് പോലെ ഇതിലേക്ക്. അപ്പൊ അതുപോലെ ഡിസോൾവ് ചെയ്യുമ്പോൾ പ്രളയ സമയത്ത് തദോത്തമ വിധാം ലോകാൻ അമലാൻ പ്രതിബദ്ധ്യതേ, അവൻ പരിശുദ്ധമായ അമലമായ അമലാൻ ലോകാൻ പ്രതിബദ്ധ്യതേ ഉത്തമവിധാം, ഉത്തമന്മാര്, ഉത്തമമായിട്ടുള്ള വിദ്യ അറിഞ്ഞിട്ടുള്ളവര്, സാത്വിക ഗുണം അധികരിച്ചിരിക്കുന്നവര് അമലാൻ ലോകാൻ പ്രതിബദ്ധത. ഈ അമലാൻ ലോകാൻ നമ്മള് 8ാമത്തെ അധ്യായത്തിൽ ഇത് പറഞ്ഞു. ബ്രഹ്മലോകത്തിൽ എത്തുന്നു, അവിടെയുള്ള പരമമായ സുഖങ്ങളെയൊക്കെ അനുഭവിക്കുന്നു. എന്നിട്ട് അപ്പൊ ഈ ക്രമമുക്തി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ക്രമമുക്തി, ക്രമമായിട്ട് ഉയരുക എന്നുള്ള ഐഡിയ, ഈവൻ ദോ വേദാന്തം എക്സ്പെക്ട്സ് വാണ്ട് ടു ഹാവ് ജീവൻ മുക്തി, കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പൊ റിയലൈസ്ഡ് ആവുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ മരണത്തിനെ കുറിച്ച് പറയുന്നത് കാരണം അങ്ങനെ നോക്കുകയാണെങ്കിൽ മരിക്കുക എന്നുള്ള അവസ്ഥയ്ക്ക് ശേഷം ഈ തോട്ട് ഗ്രോസ് സട്ടിൽ ആൻഡ് കോസൽ ബോഡിയുടെ സംഘാതം is seeking another body to express its vasanas if it has remnant vasanas. ബാങ്ക് അക്കൗണ്ട് പോലെ, റൈറ്റ്? നമ്മൾ വന്ന് ഇപ്പൊ നമ്മള് സ്വാമി ചിന്മയാനന്ദൻ നല്ല എക്സാമ്പിൾ പറയുന്നതില്, ഒരു സ്ഥലത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ആയി പോവാണെങ്കിൽ ഞാൻ ഇട്ട കാശ് മുഴുവൻ ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? ഇട്ട കാശ് കഴിഞ്ഞിട്ട് ഇട്ട കാശിൽ നിന്ന് ഞാൻ ചെലവാക്കി ബാലൻസ് ഉള്ളതല്ലേ ബാങ്ക് എനിക്ക് തരുള്ളൂ. വേറൊരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഇവിടെ ട്രാൻസ്ഫർ ആയി പോവാണ്, ഈ ബാങ്കിൽ ഞാൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യാണ് പറയുമ്പോൾ ഞാൻ 10 ലക്ഷം ഇട്ടിട്ടായിരുന്നു, 10 ലക്ഷം തരൂ എന്ന് പറയാൻ പറ്റും അവരോട്. 10 ലക്ഷം ഇട്ടിട്ടായിരുന്നു, അതിൽ 5 ചെലവാക്കി, ബാക്കി 5 എനിക്ക് കിട്ടും. അതേപോലെ നമ്മുടെ റെമനന്റ് ആയിട്ടുള്ള സാധനങ്ങളെ നമ്മൾ എക്സോസ്റ്റ് ചെയ്തതിന്റെ ബാക്കി നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ വാസനാസ് മുഴുവൻ എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണ ശരീരത്തിന് പിന്നെ ജന്മം എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വാസനാസ് മുഴുവൻ എക്സോസ്റ്റ് ചെയ്താൽ പിന്നെ ബാങ്ക് ബാലൻസ് ഇല്ല, പിന്നെ വരണ്ട. പക്ഷെ വാസനാസ് ബാക്കി ഉണ്ടെങ്കിൽ then you will have to come to exhaust it again. പക്ഷെ ആ വരുന്നത് ഏത് തരത്തിലുള്ള എംബോഡിമെന്റിലായിരിക്കും എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ നേച്ചറാണ്. എന്താണ്? നമ്മുടെ ഈ 3 ഗുണങ്ങളാണ്. അതുകൊണ്ട് സത്വഗുണമാണെങ്കിൽ അമലാൻ പ്രതിബദ്ധത, ഹി ഗോസ് ഇൻ ടു ദാറ്റ് ലോകം, ബ്രഹ്മലോകം, വേർ ഇറ്റ്സ് ആബ്സല്യൂട്ട് സുഖം. ഐദർ വാസനകൾ മുഴുവൻ എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഹ്മാവ്, അങ്ങനെയാണ് പറയുക, ക്രമമുക്തിയില് ബ്രഹ്മാവിന്റെ അടുത്ത് പോയിട്ട്, ബ്രഹ്മലോകത്ത് പോയിട്ട്, then ബ്രഹ്മാവ് വിൽ ടീച്ച് യു ബ്രഹ്മവിദ്യ ഫോർ യു ടു ബി റിയലൈസ്ഡ് ഫോർ എവർ. അങ്ങനെയൊക്കെയാണ് ഇത്. കുറച്ചൊക്കെ കളേർഡ് ബൈ എക്സാജറേഷൻ ഒക്കെ ഉണ്ടാവാം, പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തില്, റൈറ്റ്? യു വിൽ റിയലൈസ് ബ്രഹ്മലോകം എന്ന് പറയുമ്പോൾ എന്താണ്? അൾട്ടിമേറ്റ് സുഖം. അവിടെ ദുഃഖം എന്നുള്ള ഒരു ഓസിലേഷനേ ഇല്ല. യു ആർ ഓൾവേസ് സ്ഥിതപ്രജ്ഞനാണ്, യു ആർ ഓൾവേസ് കോൺസ്റ്റന്റ് ഇൻ യുവർ തോട്ട്സ്, ഓൾ ഓഫ് ദാറ്റ്. അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ ആ ഒരു ചെറിയ എക്സ്ട്രാ ജ്ഞാനം കിട്ടാനുണ്ട്, അത് ബ്രഹ്മാവ് തന്നെ പറഞ്ഞാലും യു റിയലൈസ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലം അമലാൻ പ്രതിബദ്ധതയെ പരിശുദ്ധമായ ലോകങ്ങളെ പ്രാപിക്കുന്നു, ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ദി ഐഡിയ ഈസ് ഡെത്ത് ഈസ് ഓൺലി ആൻ എക്സ്പീരിയൻസ് ഓഫ് ദ ബോഡി. പക്ഷേ ലൈക്ക് നമ്മുടെ എക്സ്പീരിയൻസുകൾ നമ്മുടെ ബാക്കിയുള്ള ആക്ഷനെ കളർ ചെയ്യുന്നില്ലേ? നാം മോശമായിട്ട്, ഞാൻ വളരെ ഫാസ്റ്റായി ഡ്രൈവ് ചെയ്തു, ഒരു ആക്സിഡന്റിൽ പെട്ടു, ബുദ്ധിയുള്ള ആളാണെങ്കിൽ ദാറ്റ് എക്സ്പീരിയൻസ് ഈസ് നൗ ഗൈഡിങ് മീ ടു ഡ്രൈവ് ബെറ്റർ. ഇനി ആക്സിഡന്റ് തന്നെ വേണോ ഡ്രൈവ് നന്നായി ചെയ്യാന്ന് ചോദിക്കാം, ബട്ട് ദാറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. പക്ഷേ തെറ്റായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് അവനെ കറക്റ്റ് ചെയ്യാൻ ഉപകരിക്കാം എന്ന് പറയുന്നത് പോലെ ഡെത്ത് ഈസ് ഓൺലി ആൻ എക്സ്പീരിയൻസ് ദാറ്റ് കളേഴ്സ് അവർ ഫ്യൂച്ചർ എക്സ്പീരിയൻസസ്. ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ തോട്ട്സ്, ഇനി വരാൻ പോകുന്ന ചിന്തകളെ കളർ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് സാത്വിക ഗുണമുള്ള ഒരാള് സ്പോട്ട്ലെസ് ആയിട്ടുള്ള വേൾഡിനെ അറ്റൈൻ ചെയ്യുന്നു. കാരണം അയാള് എന്റർടൈൻ ചെയ്തിരിക്കുന്ന തോട്ട്സും അയാളുടെ ഇവിടെ ഈ ജന്മത്തിലുള്ള ചിന്തകളും ആക്ഷൻസും പ്യുവർ ആയിരുന്നു. സെൽഫ്ലെസ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. എനിക്കിന്നത് വേണം എന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ല. ചെയ്യുന്നത് മുഴുവൻ സഹായകരമായ ഒരു കാര്യങ്ങളാണ് ചെയ്തത്. എല്ലാ കർമ്മങ്ങളെയും അവനവനിൽ നിന്ന് ഉയർത്തി
കർമ്മസന്യാസം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ച ഒരാളായിരിക്കണം. അങ്ങനെയുള്ള ഒരാള് സത്വം തന്നെയാണ് ഉണ്ടാവുക. ഇനി രജസാണെങ്കിലോ, രജസി പ്രളയം ഗത്വാ കർമ്മസംഗിഷു ജായത്തെ തഥാ പ്രലീനസ്തമസി മൂഢയോനിഷു ജായത്തെ. രജസും കർമ്മവും കൂടെ ഒറ്റ ശ്ലോകത്തിൽ പറഞ്ഞു, രജസും തമസും കൂടെ ഒറ്റ ശ്ലോകത്തിൽ പറഞ്ഞു. രജസി പ്രളയം ഗത്വാ കർമ്മസംഗിഷു ജായതേ. പ്രളയം അഗെയിൻ ഡിസോൾവ് ചെയ്യുമ്പോൾ, ലയിക്കുമ്പോൾ രജസി ആണെങ്കിൽ പ്രളയം ഗത്വ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് കർമ്മസംഗിഷു ജായതേ, കർമ്മങ്ങൾ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ആസക്തിയുള്ള ഒരു സ്ഥലത്ത്, ഒരാളില്, ഒരു യോനിയില്, ഒരു കുടുംബത്തില് ജനിക്കുന്നു. കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ. എങ്ങനെയുള്ള കർമ്മങ്ങൾ? ഇവിടെ കർമ്മം എന്ന് പറയുമ്പോൾ എല്ലാം സമർപ്പിച്ചിട്ടുള്ള കർമ്മമല്ല, സ്വന്തം ആഗ്രഹത്തിന് വേണ്ടിയുള്ള പൂർത്തീകരണം. കാരണം പറയില്ലേ, നിങ്ങളുടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ലാസ്റ്റ് തോട്ട് ഗൈഡ്സ് വാട്ട് യു ഡു എന്ന് നമ്മൾ 8ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ ചിന്തയാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. അവസാനം എന്ന് പറയുമ്പോൾ പ്രയാണകാലേജു മാമേവ സ്മരൻ മുക്ത്വാ കളേബരം എന്ന് ഭഗവാൻ 8ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. മരിക്കാവുന്ന സമയത്ത് എന്നെ ആലോചിക്കുക, സോ ദാറ്റ് യു ഗെറ്റ് മൈ വേർഡ്. പക്ഷേ അതത്ര എളുപ്പമല്ല. എന്താണോ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അതേ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ചിന്ത, ആ തോട്ട്സ് ട്രെയിൻ ചെയ്തെടുക്കണം, നമ്മൾ ആ ആറ്റിറ്റ്യൂഡ് ട്രെയിൻ ചെയ്തെടുക്കണം. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദാറ്റ് പ്യുവർ തോട്ട്സ് വിച്ച് വിൽ എലിവേറ്റ് യു ടു ദ നെക്സ്റ്റ് ലെവൽ. അപ്പൊ രജസ്വി ആണെങ്കിൽ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത്, സെൽഫിഷ് ആയിട്ട് അവനവന്റെ ആഗ്രഹങ്ങളെ കൂട്ടാനുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ജനിക്കുന്നു, കർമാസക്തി ഉള്ളവരിൽ. അതേപോലെ തഥാ ഓൾസോ പ്രലീനസ് തമസി, തമസുള്ളവൻ പ്രലീനം ഡിസോൾവ് ചെയ്യുന്നു. എന്നിട്ട് എവിടെ വരുന്നു? മൂഢയോനിഷു ജായതേ, സെൻസ്ലെസ് ആയിട്ടുള്ള ഒരു യോനിയില്, ഒരു വിഡ്ഢിയായിട്ട്, മൂഢനായിട്ട് ജനിക്കുന്നു. മൂഢനായിട്ട് ജനിക്കുന്നു എന്ന് പറയുന്നത് 2 വിധത്തിൽ എടുക്കാം. ഒന്ന്, മൂഢൻ എന്നത് ബുദ്ധിയില്ലാത്ത ഒരാളായിട്ട്. പക്ഷെ അത് ഇറ്റ്സ് എ ലിറ്റിൽ ഡിഫിക്കൽട്ട് ടു തിങ്ക്. ബുദ്ധി ഇല്ലാണ്ട് ആരും ജനിക്കുന്നില്ല, ബുദ്ധി ഉപയോഗിക്കാണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പറയില്ലേ, ഭഗവാൻ എല്ലാവർക്കും കൊടുക്കുന്നത് ഒരേപോലെയാണ്, അത് ഉപയോഗിക്കുന്നതിന്റെ വ്യത്യാസം. ഇപ്പൊ മൂഢയോനി എന്ന് പറയുമ്പോൾ സെൻസ്ലെസ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് സെൻസ്ലെസ്? ഇറ്റ്സ് എ സ്ലൈറ്റ് ഡിസ്റ്റിങ്ഷൻ, റൈറ്റ്? സെൻസ്ലെസ് ആർക്കാണ് സെൻസ് ഉപയോഗിക്കാൻ പറ്റാത്തത്? മൃഗങ്ങൾക്ക്, റൈറ്റ്? ദേ ഡോണ്ട് ഹാവ് എൻ ഇന്റലക്ട്. സോ അനിമൽ കിങ്ഡം എന്ന് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. തമസാണെങ്കിൽ നിങ്ങൾ താഴോട്ട് പോകുന്നു, സ്കെയിൽ ഓഫ് എവല്യൂഷനിൽ നിങ്ങൾ താമസികനാണെങ്കിൽ നിങ്ങൾ താഴോട്ട് പോകുന്നു. കാരണം ഒരു മൃഗത്തിന് ചിന്തിക്കണില്ല, ഇന്റലക്റ്റ് ഇല്ല. അപ്പപ്പ സംഭവിക്കുന്നത് അപ്പപ്പ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എല്ലാ മൃഗങ്ങളുടെ നേച്ചർ. അപ്പൊ താമസമാണെങ്കിൽ ഇന്റലക്റ്റേ ഉപയോഗിക്കില്ല, മൂഢനാണ്, ആലസ്യമാണ്, പ്രമാദമാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റ് ഈസ് ദാറ്റ് ആനിമൽ ടെൻഡൻസി സ്റ്റേറ്റ്, വേറെ ഇന്റലക്റ്റ് ഉപയോഗിച്ച് ഒന്നും ചെയ്യുന്നില്ല. യു ബേസിക്കലി ഹാവ് ലോട്ട്സ് ഓഫ് അപ്പിറ്റൈറ്റ്. അത് അനിമൽ കിങ്ഡത്തിൽ പോയി എക്സോസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഉയരേണ്ടി വരും. അപ്പോ മനുഷ്യയോനി കിട്ടി എന്നുള്ളത് കൊണ്ട് ഇനിയുള്ളത് മുഴുവൻ മേലോട്ടേ ഉള്ളൂ എന്ന അർത്ഥമില്ല. അത് നിങ്ങൾ തന്നെയാണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് എന്നാണ് ഭഗവാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ യു ക്യാൻ ഗോ ഡൗൺ ഓൾസോ, യു ക്യാൻ സ്ലിപ്പ് ഡൗൺ ആൻഡ് ഗോ ഡൗൺ ത്രൂ എ ലാഡർ ഓഫ് ഫാൾ ഓൾസോ, ഈവൻ വിത്ത് ദിസ് ഹ്യൂമൻ ബോഡി. അതും സംഭവിക്കാം. അതുകൊണ്ട് താമസിക്കാണെങ്കിൽ മെന്റൽ ഫുൾഫിൽമെന്റ് ഇനിയുള്ളതിൽ ഒരു അനിമൽ എംബോഡിമെന്റിൽ ഒരു മൃഗത്തിന്റെ ശരീരത്തിലേ പറ്റൂ. കാരണം ദാറ്റ് ഈസ് യുവർ പ്രൈമറി ടെൻഡൻസീസ്. ഈ ലോകത്ത് കാണുന്നതിനേക്കാൾ ഒരു യൂസ് ഉള്ള സാധനമാണെങ്കിലും ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് നശിപ്പിക്കുക, അവനവനുള്ള ആഹാരം എന്നുള്ള ചിന്ത മാത്രം ഉണ്ടാവുക, നാളെ കുറിച്ച് ചിന്തിക്കാതെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവോൾവ് ചെയ്യേണ്ടത് എന്നുള്ള ഇന്റലക്ട് ഇല്ലാണ്ടിരിക്കുക. അതൊക്കെ അനിമൽസിന്റെ തന്നെയാണ്. സോ ആനിമൽ ടെൻഡൻസീസ്. നമുക്ക് ഇനി ഈ സമ്മറിയാണ് ഭഗവാൻ പറയുന്നത്. ഇത്രയും പറഞ്ഞതിന് മുഴുവൻ. സോ ഹി ഡസ് ലോട്ട്സ് ഓഫ് ഐഡിയാസ്. സത്വം, തമസ്, രജസ് എന്താണ്, അതിന്റെ എക്സ്പ്രഷൻസ് എന്താണ്,
അത് എങ്ങനെയാണ് നിങ്ങളെ പ്രൊപ്പല്ലിങ് യു ബിയോണ്ട് ദിസ് ലൈഫ്, ബിയോണ്ട് ദി എംബോഡിമെന്റ് ഇൻ ദിസ് ബോഡി. ഈ ശരീരം അവസാനിച്ചു കഴിഞ്ഞാലും ഈ 3 ഗുണങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ പിന്തുടരുക, ഈ 3 ഗുണങ്ങളുടെ എഫക്റ്റ് എങ്ങനെയാണ് നിങ്ങളെ വീണ്ടും വീണ്ടും പുതിയ ജന്മം എടുക്കുമ്പോൾ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ഇതെല്ലാത്തിൻ്റെയും കൂടെ ഒരു സമ്മറി പോലെ ഒരു ശ്ലോകം 16-ാമത്തെ വളരെ മനോഹരായ ഒരു ഇത്രയും നേരം പറഞ്ഞത് മുഴുവൻ ഔട്ട്ലൈൻ ചെയ്യുന്ന പോലെ ഒരു ശ്ലോകമാണ്. കർമ്മണ സുഹൃതസ്യാഹു സാത്വികം നിർമ്മലം ഫലം രജസ്തസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസഫലം. കർമ്മണ സുഹൃതസ്യാഹു സാത്വികം നിർമ്മലം ഫലം. സുഹൃതം നല്ല കർമ്മം, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത് സെൽഫ്ലെസ് ആയിട്ട് കാര്യം. ഇപ്പൊ ഏത് നല്ല കാര്യം എന്ന് നമ്മൾ വിചാരിച്ചാലും നല്ലത് എന്നുള്ളത്, അതാണ് സുഹൃതം എന്ന് പറയുന്നത്. നല്ലത് എന്നുള്ളത് വേദാന്തത്തിന്റെ കാഴ്ചപ്പാടില് റിസീവ് ചെയ്യുന്ന ആൾക്കുള്ള നല്ലതല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചിലപ്പോൾ പറയും, ഓ അല്ലെങ്കിൽ സുഹൃതം ചെയ്തു, നല്ല കാര്യം ചെയ്തു. ഒരാൾക്ക് ആഹാരം കൊടുത്തു, നല്ല കാര്യമാണ്, അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ എവല്യൂഷന് ആ നല്ല കാര്യത്തില് കൊടുക്കൽ എന്നുള്ളത് മാത്രം പോരല്ലോ, കൊടുക്കുന്നതിലുള്ള ആറ്റിറ്റ്യൂഡും കൂടെ വേണ്ടേ? അപ്പൊ വാങ്ങിയ ആൾക്ക് നല്ലതാണ് എന്ന് തോന്നുന്നത് കൊടുക്കുന്ന ആൾക്ക് നല്ലതായി ഭവിച്ചു കൊള്ളണം എന്നില്ല. റൈറ്റ്? സോ ദ ഹോൾ, ഞാൻ ഒരു സാധനം ഒരാൾക്ക് കൊടുത്തു, വളരെ സന്തോഷപൂർവം, എനിക്കുണ്ടല്ലോ അത് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് വളരെ സന്തോഷപൂർവം ഞാൻ കൊടുക്കുമ്പോ എൻ്റെ മനസ്സും നിറയുന്നു, വാങ്ങുന്ന ആളുടെ മനസ്സും നിറയുന്നു. അത് സുഹൃതം. 2 പേർക്ക് കൊടുക്കുമ്പം വാങ്ങുന്ന ആളുടെ മനസ്സ് നിറയുന്നു, കൊടുക്കുന്നവൻ ഗ്രഡ്ജ് ചെയ്ത് കൊടുക്കുന്നു. അത് കൊടുക്കുന്നവന് ദുഷ്കൃതമാണ്. ഞാൻ കൊടുത്തു എന്നുള്ളൊരു തോന്നല് ഉണ്ട് എനിക്ക്, ഞാനാണ് കൊടുത്തത് എന്നുള്ള അഹംഭാവം എനിക്ക് വന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ കർമ്മം ദുഷ്കൃതമായി, സുഹൃതമായില്ല. മറ്റൊരാൾക്ക് അത് സുഹൃതമായി ഭവിച്ചേക്കാം. അവനവന്, നമ്മൾ പറഞ്ഞിട്ടില്ല, എല്ലാ ആക്ഷനും റിയാക്ഷൻ ഉണ്ടല്ലോ, എല്ലാ കോസിനും, എല്ലാ ഇഫക്റ്റിനും കോസ് ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് പിന്നീടുള്ള ഒരു ഇഫക്റ്റ് ആയിട്ട് കാണുന്നത് നല്ല കാര്യമാണല്ലോ ഞാൻ ചെയ്യും. ഞാൻ ഭയങ്കര ഇവൻ വലിയ ദാനശീലനായിരുന്നല്ലോ, എന്നിട്ടും എന്തേ അവനിങ്ങനെ വരാൻ? അവൻ ദാനശീലനായിരുന്നിരിക്കാം, പക്ഷെ ദാനത്തിൽ മുഴുവൻ സ്വാർത്ഥത കണ്ടിരിക്കാം. ദാനം ഞാൻ ഒരു ദാനകർത്താവാണ് എന്നുള്ള ഭാവത്തിൽ ദാനം ചെയ്തിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രേനിയസ് ഹാപ്പിനെസ്സിന് വേണ്ടി, എന്തെങ്കിലും ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി ആയിരിക്കാം ദാനം ചെയ്തത്. ദാനം മനസ്സിന്റെ നിർമ്മലത്വത്തിൽ നിന്ന് വന്നതായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് സുഹൃതം എന്ന് പറയുമ്പം ചെയ്യുന്ന കർമ്മം നല്ലത് എന്നേ വാക്കിനർത്ഥുള്ളൂ. സുകൃതം, നല്ല കർമ്മം എന്നേ വാക്കിനർത്ഥുള്ളൂ. എങ്കിലും നല്ലത് ചെയ്യുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും ഡിഫറെന്റ് ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, സുഹൃതം ഡിക്റ്റേറ്റ് ചെയ്യുന്നത് നമ്മുടെ കർമ്മത്തിന്റെ ഇവാലുവേറ്റർ പുറത്തൊരാളല്ല. എത്രയായാലും നമുക്കറിയില്ലേ നമ്മൾ എന്താ ചെയ്തതെന്ന്? നമ്മൾ മറ്റാർക്കും അറിയില്ലെങ്കിലും നമുക്കറിയില്ലേ? ഒരാൾ ഒരു സ്ഥലത്ത് പോയിട്ട് കട്ടെടുത്തു, എന്തോ മോഷ്ടിച്ചു, ഒരു തെളിവും ഇല്ല, ആരും കണ്ടിട്ടില്ല, ഒരു ശിക്ഷയും അയാൾക്ക് കിട്ടാനില്ല. പക്ഷേ അയാൾക്ക് സ്വയം അറിയില്ലേ ഞാനൊരു കള്ളനാണെന്ന്? അപ്പൊ ഈ സുഹൃതം എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും എക്സ്റ്റേണൽ നോക്കി നമ്മൾ നടക്കുന്നത് കാരണം പുറമേയുള്ള ലോകം എന്നെ കള്ളനെന്ന് വിളിച്ചില്ലെങ്കിൽ ഞാൻ കള്ളനല്ല എന്നുള്ള ധാരണയാണ് നമുക്ക്. പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് നോക്കിയാൽ പുറമേയുള്ള ലോകം ബിക്കംസ് ഇൻസിഗ്നിഫിക്കൻറ്റ്. നമ്മളാണ് നമ്മുടെ ഏറ്റവും വലിയ ഇവാലുവേറ്റർ. അവനവനെ, ക്യാൻ യു സ്ലീപ് വെൽ ഇൻ ദ നൈറ്റ്, ക്യാൻ യു ഹാവ് യുവർ കോൺഷ്യൻസ് സാറ്റിസ്ഫൈഡ്? അവിടെയാണ്. അപ്പൊ അതുകൊണ്ട് കർമ്മണ സുഹൃതസ്യാഹു, അപ്പോ സാത്വികം നിർമ്മലം ഫലം, നിർമ്മലമായ ഫലം കിട്ടുന്നത്,
പ്യുവർ ആയിട്ടുള്ള എഫക്റ്റ് കിട്ടുന്നത് സാത്വിക കർമ്മത്തിനാണ്. അത് സുഹൃതങ്ങൾ ചെയ്യുമ്പോൾ സത്കർമ്മത്തിന്റെ ഫലം സാത്വികവും നിർമ്മലവുമാണ്. സത്കർമ്മം എന്ന് പറയുമ്പോൾ ഞാൻ മറ്റൊരാൾക്ക് എന്തോ കൊടുത്തു അതുകൊണ്ട് ഞാൻ സത്കർമ്മിയായി എന്നുള്ളത് മാത്രമല്ല, ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴും പൂർണ്ണ മനസ്സോടെയാണ് കൊടുത്തത്. ആ കൊടുക്കുന്നത് എനിക്ക് പൂർണ്ണമായ സന്തോഷം ഉണ്ടായിരുന്നു, എനിക്ക് ഒന്നും നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ ഉണ്ടായിട്ടില്ല. കൊടുക്കുമ്പോൾ മറ്റൊരാളുടെ സന്തോഷം കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് ഉണ്ടായത്. അങ്ങനെയൊക്കെ ഉള്ള നിർമ്മലമായ അവസ്ഥയിൽ സത്കർമ്മം സാത്വികമാവുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ രജസിയാണ്. കൊടുക്കുമ്പോൾ അഹംഭാവമാണ് ഉണ്ടായത്. ലോക്ക് ഇത്രയും ആൾക്കാരെ ഫീഡ് ചെയ്യുന്നത് ഞാനല്ലേ എന്നൊരു അഹംഭാവം ഉണ്ടായ ആഹാരം കഴിക്കുന്നവന് കിട്ടിയത് ആഹാരം തന്നെയാണ്. അവന്റെ വയറ് നിറഞ്ഞു, അവന് സന്തോഷമായി. ഒരു നേരത്തെ അന്നം കിട്ടാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നവന് നിങ്ങൾ ജീവിതം കൊടുത്തു. വലിയ കർമ്മം നല്ലതാണ്. മറ്റൊരാളുടെ കണ്ണിൽ നിങ്ങൾ വലിയ സത്കർമ്മിയാണ്. പക്ഷേ അവനവന്റെ ഉള്ളിൽ ഞാനാണ് ഈ കർമ്മം ചെയ്തത് എന്നുള്ള തോന്നലും വന്നു. ഞാനില്ലെങ്കിൽ ഇവരൊക്കെ മരിച്ചു പോയേനെ എന്നുള്ളൊരു തോന്നലും വന്നിരുന്നുവെങ്കിൽ നിങ്ങൾ രജസ്വിയായി. നിങ്ങളുടെ കർമ്മത്തിന് രജസത്തു ഫലം ദുഃഖം. അങ്ങനെയുള്ള കർമ്മത്തിന്റെ ഫലം എന്താണ്? ദുഃഖമാണ്. ദുഃഖം എന്ന് പറയുമ്പോൾ ശാശ്വതമായ സുഖമില്ലാത്ത അവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ളതിന് ദുഃഖം എന്ന് പറയുമ്പോൾ എന്താ ദുഃഖം വരും? ഒരാൾക്ക് ഞാൻ എന്തൊക്കെയോ സാധനങ്ങൾ കൊടുത്തു, എനിക്ക് ഞാനാണ് കൊടുത്തത് എന്നൊരു തോന്നലുണ്ട്. പക്ഷെ ആരും അതങ്ങോട്ട് പറയണില്ല. നിങ്ങളാട്ടോ കൊടുത്തത്, നിങ്ങൾ വളരെ മനോഹരം, എല്ലാവർക്കും അറിയാം നിങ്ങളാ കൊടുത്തതെന്ന്, റൈറ്റ്? നിങ്ങളാ കൊടുത്തത്, നിങ്ങൾ വലിയ നല്ല കർമ്മം ചെയ്തു എന്നൊക്കെയാണ് എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങളാ കൊടുത്തതെന്ന് ആരും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സെൽഫ്ലെസ് ഒന്നും ഉണ്ടായിരുന്നില്ല, 4 ആൾ അറിയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ അറിഞ്ഞവരൊന്നും പറയണില്ല. ദുഃഖമായില്ലേ മനസ്സിൽ? ഇത്രയൊക്കെ ചെയ്തിട്ടും ആരും ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇത്രയൊക്കെ ചെയ്തു, ഇത്രയും സ്ഥലത്തിന് വേണ്ടി ഞാൻ ഡൊണേറ്റ് ചെയ്തു, ഇത്രയും ആൾക്കാർക്ക് ഞാൻ കൊടുത്തു, എന്തേ ആരും ഞാൻ വലിയൊരു സത്കർമ്മിയാണെന്ന് പറയാത്ത? ദുഃഖം വന്നില്ലേ? ഇപ്പൊ രജസിന് അങ്ങനെയാണ് മോട്ടീവ് എങ്കിൽ രജസ്തസ്തു ഫലം ദുഃഖം. ഇനി തമസാണെങ്കിലോ അജ്ഞാനം തമസഫലം. തമസിന് അജ്ഞാനം, അതിനേക്കാളും ഡേഞ്ചറസ് ആണ്. റോപ്പിനെ പാമ്പായിട്ട് കാണുകയാണ്. അജ്ഞാനമാണ് ഏറ്റവും ഡേഞ്ചറസ് ആണ്. ഒന്നും ചെയ്യില്ല, ഒരു കയറ് കിടക്കണു, ആ കയറിൽ അജ്ഞാനം കാരണം സൂപ്പർ ഇമ്പോസ് ചെയ്ത് പാമ്പിനെ കണ്ടു, പിന്നെ പാമ്പ് എന്തൊക്കെ ചെയ്യും എന്നുള്ളത് മുഴുവൻ നിരൂപിച്ചു, എന്നിട്ട് അങ്ങനെ ആക്ട് ചെയ്യാൻ തുടങ്ങി. ആക്ടിങ് ടോട്ടലി അൺറിയൽ. ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ ചെയ്തിട്ട് എന്താണ് കാര്യം? പ്രമാദം, തമസ്, നിദ്ര, ആലസ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. സോ ഇഗ്നറൻസ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് തമസ്. തമസ് നിന്ന് കിട്ടുന്നത് ഡൾനെസ്, ഹീഡ്ലെസ്നെസ്, ഇല്യൂഷൻ, ഇതൊക്കെയാണ് ഇഗ്നറൻസ് നിന്ന് കിട്ടുന്നത്. വെയിൽസ് യുവർ അണ്ടർസ്റ്റാൻഡിങ്, കനോട്ട് ജഡ്ജ് ദ വേൾഡ് അറൌണ്ട് യു. അതുകൊണ്ട് വീണ്ടും വീണ്ടും താഴോട്ട് പോകുന്നു. അപ്പൊ രജസ് അജിറ്റേഷൻസ് ഉണ്ടാക്കുന്നു, സത്വം ലീസ്റ്റ് അജിറ്റേഷൻ, മൈൻഡ് ഈസ് ക്ലിയർ ആൻഡ് പെർഫെക്റ്റ്, സത്വത്തില്. ആൻഡ് ദെൻ തമസ് ടോട്ടൽ ഇഗ്നറൻസ്, എന്താണെന്ന് അറിയാത്ത പ്രമാദം, ഉന്മാദം, പ്രമാദം എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥ. അത് ഇന്റലക്റ്റിനെ ഒക്കെ സപ്രസ് ചെയ്ത്, നല്ലോണം മദ്യപന്മാരുടെ കാര്യം ആലോചിച്ച് നോക്കൂ, റൈറ്റ്? രജസ് സ്റ്റേറ്റിൽ നിന്ന് തമസിലേക്ക് പോകുന്നതാണ് മദ്യപിക്കുന്നത്. ആക്റ്റീവായിട്ട് എന്തൊക്കെയോ ചെയ്യണം എന്നുള്ള ആക്ടിവിറ്റി, എന്തൊക്കെയോ അത് സെൽഫിഷായി, പകരം മുഴുവൻ പണിയെടുത്ത് സെൽഫിഷായി പണിയെടുത്തു, കാശ് മേടിച്ച് കൊണ്ട് ഫുൾ കള്ള് ഷോപ്പിൽ കൊണ്ട് കൊടുത്തു, വൈകുന്നേരം കിട്ടിയപ്പോൾ പ്രമാദം, കുടിച്ചു കഴിഞ്ഞപ്പോൾ ഫുൾ പ്രമാദം, ആലസ്യം, നിദ്ര, റൈറ്റ്? നല്ലോണം കള്ളു കുടിച്ച് അതന്നെയല്ലേ കാണുന്ന? ഡെല്യൂഷൻ ആണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, മര്യാദ കാല് നിലത്തുറക്കില്ല, പോകേണ്ട വഴിക്ക് പോകണില്ല, പ്രമാദമായി, ആലസ്യം. അത് കഴിഞ്ഞാലോ തളർന്നു, നിദ്ര, കിടന്നുറങ്ങി. അപ്പം അത് തമസിന്റെ ലക്ഷണമാണ്. ഇനി ഈ ഗുണങ്ങളിൽ നിന്ന് എന്ത് ആണ് ഉത്ഭവിക്കുക? 3 ഗുണങ്ങളിൽ നിന്നും എന്താണ് ഉത്ഭവിക്കുക? നേരെ ഇപ്പൊ പറഞ്ഞതിന്റെ നേരെ അടുത്ത കുറവാണ്. സത്വത്തിൽ നിന്ന് വിസ്ഡം വരുന്നു, രജസിൽ നിന്ന് ഇഗ്നറൻസ് വരുന്നു, ആക്ടിവിറ്റി വരുന്നു, തമസിൽ നിന്ന് ഇഗ്നറൻസ് വരുന്നു എന്നുള്ളത് അടുത്ത ഇതിൽ ഒന്നുകൂടെ. ആൻഡ് ദെൻ ഓരോ സ്റ്റെപ്പ് കൂട്ടിയിട്ട് എവിടേക്കാണ് എത്തുക എന്നുള്ളത് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് സെൽഫ് ഇവാലുവേഷനുള്ള ഐഡിയാസ് ആണ് പിന്നെ പറഞ്ഞു തരുന്നത്. നമുക്ക് അടുത്ത ആഴ്ച. നമ്മൾ കഴിക്കണ ഫുഡ് can also influence all of this, അല്ലേ? Yes. 17ാമത്തെ അധ്യായത്തിൽ വരും. എന്ത് സാത്വിക ഫുഡ് എന്താണ്, രാജസിക ഫുഡ് എന്താണ്, താമസിക ഫുഡ് എന്താണ്, 17ാമത്തെ അധ്യായത്തിൽ വരും. കേൾക്കണ്ടോ? പറയൂ ശ്രീരാം. അല്ല, ഇപ്പൊ നമ്മള്
സത്വഗുണ നമ്മൾ ദാനം ചെയ്യുമ്പോഴോ കൊടുക്കുമ്പോഴോ നമ്മൾ കൊടുക്കണമെന്നുള്ള ചിന്തയോടുകൂടി കൊടുക്കുകയാണെങ്കിൽ അത് അത് തെറ്റാണെന്നാണോ പറയണത്? അത് സ്റ്റാർട്ട് ചെയ്യുമ്പോ ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ല, പിന്നെ കുറെ കാലം കഴിയുമ്പോ ആ ഇത് മാറുമായിരിക്കും അല്ലെ? അങ്ങനെ മാറണം എന്നാണ് പറയുന്നത്. കാരണം കൊടുക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ ഒരാൾക്ക് ആഹാരം ഇല്ലാത്ത ആൾക്ക് ആഹാരം ഞാനാണ് ചെയ്തതെന്നുള്ള ഒരു ഭാവം തുടക്കക്കാരിൽ അതൊരു പ്രോബ്ലം ആയിരിക്കില്ലേ, ചിലപ്പോ അതിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ അത് പുണ്യമല്ലേ, കൊടുക്കുന്നത് എന്തായാലും അതിനുള്ള പുണ്യം കിട്ടില്ലേ? അതെ, പക്ഷെ അത് നിങ്ങൾ നമ്മുടെ എവല്യൂഷന്റെ സ്റ്റേജ് അനുസരിച്ചിരിക്കും അത്, റൈറ്റ്? കൊടുക്കുന്നത് പുണ്യം തന്നെയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കൂ, 14-ാമത്തെ അധ്യായം കർമ്മയോഗവും കർമ്മസന്യാസവും കർമ്മഫലത്യാഗവും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് എത്തുന്നത്, റൈറ്റ്? ബട്ട് വീണ്ടും കർമ്മത്തിന്റെ എഫക്റ്റിലേക്ക് പോണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ തുടക്കക്കാരന് ചെയ്യുന്നത് കറക്റ്റ്, നിങ്ങൾ ചെയ്യുന്നത് പുണ്യമാണ്. അപ്പൊ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ, നിനക്ക് നല്ലത് വരും. കാരണം ഏറ്റവും മോശം സ്റ്റേറ്റിലാണ്, എനിക്ക് ഒന്നുമില്ലാത്ത ജ്ഞാനമില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ചെയ്ത് ഞാൻ എൻ്റെ ഈഗോനെ ഡിസോൾവ് ചെയ്യാണ്, കറക്റ്റ്? പക്ഷേ അത് ഈഗോനെ അധികരിക്കാൻ ഹെൽപ്പ് ചെയ്താലോ, വീണ്ടും അത് ഈഗോ സൈക്കിളിനെ പ്രൊപ്പൽ ചെയ്തോ. ഞാൻ കൊടുത്തു, കണ്ടോ, എല്ലാരും പറഞ്ഞു ഞാനാ കൊടുത്തതെന്ന്, എല്ലാരും പറഞ്ഞു ഞാനാണ് നന്നായി ചെയ്തതെന്ന്. അത് അപ്പൊ ഞാൻ വീണ്ടും ചെയ്യും. പക്ഷെ വീണ്ടും അതുകൊണ്ട് എന്താണ് സമൂഹത്തിന് ഗുണമുണ്ടാവും, നമുക്ക് ഗുണമുണ്ടോ? റൈറ്റ്? സമൂഹത്തിന് അതാ ഞാൻ പറഞ്ഞ സത്കർമ്മം എന്നുള്ളത് നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. സമൂഹം നിങ്ങൾ വലിയൊരു ദാനശീലനാണ്, ഗുണവാനാണെന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കണം, ഈ ദാനശീലവും ഗുണവും ഒക്കെ എനിക്കുള്ളത് എൻ്റെ ഈഗോനെ സാറ്റിസ്ഫൈ ചെയ്യാനാണോ, അല്ല ഞാൻ ഇത് സെൽഫ്ലെസ് ആയിട്ട് എന്ത് വന്നാലും ചെയ്യും എന്നുള്ള ഭാവത്തിൽ ചെയ്യുന്നതാണോ? റൈറ്റ്? അപ്പം അത് വിച്ച് ഇസ് വെരി ഹാർഡ്, റൈറ്റ്? നമുക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾ പരമാവധി നിങ്ങളുടെ രാജസിക ഗുണങ്ങളെയൊക്കെ അടക്കാൻ നോക്കുമ്പോഴേക്ക് ആരെങ്കിലും വന്ന് അവിടെ ഇരുത്തി കൊളുത്തുക. നിങ്ങൾ ഇല്ലെങ്കിൽ നടക്കില്ലായിരുന്നു കേട്ടോ. ഒന്നും പറയാതിരുന്ന 2-3 പ്രാവശ്യം ഒന്നും പറയാതിരുന്ന ചിലപ്പോൾ നമ്മളെ മറന്നുപോയി അതിന് വിട്ടുതന്നെ അങ്ങനെ. പക്ഷെ പെട്ടെന്ന് ആരെങ്കിലും ചോദിച്ചു, നിങ്ങൾ ഇല്ലെങ്കിൽ നടന്നില്ലായിരുന്നു, നിങ്ങൾ വന്നത് എന്ത് നന്നായി, നിങ്ങൾ ചെയ്തത് കൊണ്ടാട്ടോ, അങ്ങനെ ആരോ അങ്ങനെ ഒന്ന് ഫ്യൂൽ ചെയ്തു. അപ്പൊ നമ്മൾ അതിൽ പെട്ടിട്ട് ശരിയാട്ടോ, ഞാനൊരു സംഭവമാണ്. Then you fall in that cycle. അപ്പൊ ദ പ്രോബ്ലം ഈസ്, നമ്മൾ എപ്പോഴും പറയില്ലേ, നമ്മളെ വാച്ച് ചെയ്യാൻ, നമുക്ക് എല്ലാരെയും വാച്ച് ചെയ്യാൻ പറ്റും, ഇതാണ് നമ്മുടെ മെയിൻ ജോലി, ഇതാണ്. ബാക്കി എല്ലാരെയും വാച്ച് ചെയ്യലാണ് നമ്മുടെ ജോലി. പക്ഷെ നമുക്ക് നമ്മളെ വാച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം. നമ്മളെ വാച്ച് ചെയ്യൽ ഇസ് ദ ഹാർഡസ്റ്റ്. നമ്മുടെ ഉള്ളിലുള്ള കള്ളന്മാര്, നമ്മുടെ ഉള്ളിലുള്ള എന്താ ഗേറ്റ് ചാടുന്ന ആൾക്കാര്, നമ്മുടെ ഉള്ളിലുള്ള ഈ ടെൻഡൻസീസ്, റൈറ്റ്? ഇതിനെ വാച്ച് ചെയ്യുക ആൻഡ് പ്രിവെന്റ് ദം ഇസ് ദ ഹാർഡസ്റ്റ്. അതുകൊണ്ട് നമുക്ക് ആരെ വേണമെങ്കിൽ വേറെ ആൾ ചെയ്യുന്ന ജോലി നോക്കിയിരുന്ന് യു ക്യാൻ ഡു സ്റ്റഫ്, പക്ഷെ നമ്മളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഫുഡിന്റെ സാത്വിക്, താമസിക്, രാജസിക് ഫുഡിന്റെ കാര്യം, അത് 17-ാമത്തെ അധ്യായത്തില് എന്താണ് സാത്വിക് ഫുഡ്, എന്താണ് രാജസിക്, എന്താണ് താമസിക്. ഇപ്പം സാത്വിക് ഫുഡ് എന്ന് പറഞ്ഞാല് അധികം എരിവില്ലാതെ, ഉപ്പില്ലാതെ, പുളിയില്ലാതെ ഉള്ള സാധനങ്ങള്, വിച്ച് ആർ ഫ്രഷ് ഫ്രൂട്ട്സ്, അതൊക്കെ. രാജസിക് ഫുഡ് നല്ല എരിവും പുളിയും മുളകും ഒക്കെ ഉള്ളത്, വിച്ച് മേക്സ് യു അജിറ്റേറ്റഡ്, അത് രാജസിക് ഫുഡ്. താമസിക് ഫുഡ് ആ സ്റ്റെയിൽ ഫുഡ്സ്, 6 ദിവസം 8 ദിവസം പഴക്കമായ ഫുഡ് റെഫ്രിജറേറ്ററിൽ നിന്ന് എടുത്ത് കഴിക്കുന്നതിനെ താമസിക് ഫുഡ് എന്ന് പറയും. പക്ഷെ അതും അങ്ങനെ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ജീവിച്ച് റെസ്റ്റോറന്റിൽ ആഹാരം കഴിക്കുന്ന ആൾക്കാരെല്ലാം താമസിക്കാവണ്ടേ എന്നൊരു ചോദ്യം ഉണ്ടാവാം. നാട്ടില് പച്ചക്കറി നേരിട്ട് വീട്ടിൽ കൃഷി ചെയ്ത് പച്ചക്കറി ഉണ്ടാക്കിയത് മാത്രം കഴിക്കുന്നവന്റെ സാത്വികനും ആവണ്ടേ എന്ന് ചോദിക്കാം. ഇതൊക്കെ ആർ മൈനർ ആഡിറ്റീവ്സ് ഹിയർ ആൻഡ് ദേർ. ഇതുകൊണ്ട് മാത്രമൊന്നും ആവണില്ല. ഇനിയിപ്പം ആഹാരത്തിന്റെ ഇപ്പൊ പണ്ട് വീട്ടിലെ മുത്തശ്ശിമാര് പറയും ഉള്ളി കഴിക്കില്ല, ഇഞ്ചി കഴിക്കില്ല, വെളുത്തുള്ളി കഴിക്കില്ല എന്നൊക്കെ പറയില്ലേ. അതൊക്കെ കാരണം വെളുത്തുള്ളി, എന്റെ മുത്തശ്ശി പറയുന്നു വെളുത്തുള്ളി താമസിക്കാണ്, വെളുത്തുള്ളി കഴിക്കില്ല, ഉള്ളി കഴിക്കില്ല. കാരണം അത് ദി ഐഡിയ ഇസ് അറിയില്ല. ഇറ്റ് മൈറ്റ് ഹാവ് മൈൻഡ് ബോഡി കണക്ഷൻ ഉണ്ട്. വാട്ട് ഫുഡ് യു ഈറ്റ്സ് വിൽ അഫക്ട് യുവർ തോട്ട്സ് എന്നൊക്കെ വേദാന്തത്തിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് നമുക്ക് വി ഡോണ്ട് നോ. പക്ഷേ ദിസ് ഇസ് സംതിങ് ദാറ്റ് വി ഷുഡ് ഓൾസോ. അപ്പം അമേരിക്കയിൽ ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ, റൈറ്റ്? ഇവിടെ പഴയ ഫുഡ് ഫ്രീസറിൽ വെച്ച് കഴിക്കുന്നത് താമസികനാണെങ്കിൽ ഇവിടെ താമസികന്മാർ മാത്രമേ കാണൂ. ഇവിടെ എല്ലാ കാരണം എത്ര പേരുണ്ട് ഹു ക്യാൻ
pluck fruit right off your backyard and eat fresh things all the time. അങ്ങനെ പക്ഷെ പരമാവധി ശ്രമിക്കുക. The idea is actually in a different connotation. ശരീരത്തിന് നല്ലത് അതല്ലേ? അപ്പൊ വല്ലാണ്ട് അധികം ഫ്രീസറിൽ വെച്ച് നിവൃത്തിയില്ലെങ്കിൽ കഴിച്ചോളൂ, ഒരു വഴിയില്ലെങ്കിൽ കഴിച്ചോളൂ. പക്ഷെ പരമാവധി നല്ലത് കഴിക്കാൻ ശ്രമിക്കൂ, ഫ്രഷ് ആയിട്ടുള്ള കഴിക്കാൻ ശ്രമിക്കൂ എന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. 17-ാമത്തെ അധ്യായത്തിൽ വരും ഭഗവാൻ വളരെ ക്ലിയർ ആയിട്ട് ഫുഡിനെ പറ്റിയിട്ട് ആഹാരം. പറയൂ വിനേഷ്. ഒരു കാര്യം, അതായത് ഇപ്പോ ഈ ഗുണങ്ങള് സത്വം, രാജസിക, തമസ്, അത് എങ്ങനെ അതാണ് പിന്നെ ഈ ക്ഷേത്രജ്ഞന്റെ അല്ലെങ്കിൽ പുരുഷന്റെ പ്രവൃത്തി തീരുമാനിക്കുന്നതെന്നല്ലേ പറഞ്ഞത് അല്ലേ? അല്ല, പുരുഷന് പ്രവൃത്തി ഇല്ലല്ലോ. പുരുഷൻ is only the sunlight reflecting through the medium. മീഡിയം എന്താണ്, മീഡിയം ക്ലൗഡി ആണോ, മീഡിയം ക്ലിയർ ആണോ, മീഡിയം എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നതാണ് ഈ 3 ഗുണങ്ങൾ. പുരുഷൻ is attributeless. പുരുഷന് ക്വാളിറ്റി, പുരുഷ പ്രകൃതിസ്ഥോഹി പുങ്ക്തേ പ്രകൃതി ജാൻ ഗുണാൻ. പ്രകൃതി ഗുണങ്ങൾ തന്നെ പുരുഷൻ അനുഭവിക്കുന്നത് എങ്ങനെ? ഈ പ്രകൃതി എങ്ങനെയാണോ കളേർഡ് ആയിട്ടുള്ള. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ മാതിരി ഗ്ലാസിന്റെ നിറം എന്താണോ അതേപോലെ വെള്ളം കാണും. അല്ല, നമ്മളിപ്പോ എങ്ങനെയാണ് ഈ പുരുഷനായിട്ട് റിലേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാ നമ്മളെ ഹ്യൂമൻ ബീങ്സിന് എന്താ അതിന്റെ ബന്ധം എങ്ങനെയാ? ഓക്കെ, ഇപ്പൊ ഈ പ്രകൃതി, പുരുഷൻ, ബ്രഹ്മൻ, നമ്മള്, ജീവാത്മാ, പരമാത്മാ എന്നൊക്കെ പറയുന്നത് are those distinctions what we think we are, right? അപ്പൊ പുരുഷൻ എന്നുള്ളത് is that ultimate controller of everything. He does not do anything, but without that presence ഒന്നും സംഭവിക്കില്ല. ഫോർ എക്സാമ്പിൾ, പഞ്ചഭൂതങ്ങളിൽ നിന്ന് എൻ്റെ ശരീരം ഉണ്ടാക്കാം, പഞ്ചഭൂതങ്ങളിൽ നിന്ന് അതിന്റെ പല കോമ്പിനേഷൻസിൽ ഇതൊക്കെ ഉണ്ടാക്കാം, എനിക്ക് മനസ്സും ബുദ്ധിയും വരെ ഉണ്ടാവാം. പക്ഷെ ഇതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഒരു ചൈതന്യം വേണം. ആ ചൈതന്യം, that is consciousness. That consciousness is Purushan. That consciousness is Brahman. That consciousness is whatever you call. Adana the ultimate reality. Now, since the ultimate reality is only a substrate on which everything acts. പക്ഷേ ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും ഒക്കെ ഒരു നിയതമായ വ്യവസ്ഥ വേണം. ഇതിനെയൊക്കെ പുരുഷൻ ഒന്നും കൺട്രോൾ ചെയ്യുന്നില്ല, ഇതിനൊക്കെ ഒരു കൺട്രോളർ വേണം എന്നുള്ളത് കൊണ്ട് the construct that we name the controller with some ഗുണം is ഈശ്വരൻ. ഈശ്വരൻ ആണ്. അപ്പം ബ്രഹ്മൻ എന്നുള്ള ഒന്നും ചെയ്യാത്ത ആട്രിബ്യൂട്ട്ലെസ് സബ്സ്ട്രേറ്റത്തിൽ നിന്ന് ഗുണങ്ങൾ കൂടെ, ചില ഗുണങ്ങളോടെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പലതരം ഈശ്വരന്മാർക്കൊക്കെ നമുക്ക് ഗുണങ്ങളുണ്ട്. വിഷ്ണുവിന് സത്വ ഗുണം എന്ന് പറയും, ശിവന് തമോ ഗുണമാണ് അധികരിച്ചിരിക്കുന്നത്. കാരണം ഇറ്റ്സ് ഡിസൊല്യൂഷൻ, ഹീസ് ക്രിയേറ്റിംഗ്, ഹീസ് ഡൂയിങ് ദിസ് ആക്ടിവിറ്റി. അപ്പം അങ്ങനെ ഈശ്വരന്മാരെ ഉണ്ടാക്കി, സോ ദാറ്റ് യു ഹാവ് ദിസ് കൺട്രോൾ. പക്ഷെ ഇവൻച്വലി നമ്മൾ ജീവാത്മാവായ ഞാൻ, I don't become Paramatma, right? If I become something, then I know I'm different from that thing. So I cannot become that. Namal eventually I recognize I am that. So Vedantathinte yatra muluvan is to recognize that you are that ultimate. Om ennu nammal parayumbo ആ ഉ മാ എന്നുള്ളത് കഴിഞ്ഞിട്ടുള്ള സൈലൻസിൽ അങ്ങനെ അലിയാണ്. ആ ഉ മാ ഇല്ല എന്നല്ല, ആ ഉ മാ ആ സൈലൻസിലേ ഉണ്ടാവൂ എന്നുള്ളതാണ്, റൈറ്റ്? നിങ്ങൾ അപ്പൊ ആ ദി അൾട്ടിമേറ്റ് തിങ് ഓൺ വിച്ച് എവറിത്തിങ് എക്സിസ്റ്റ്. ഇപ്പൊ കടലിലെ വേവ് ഉണ്ടാവൂ എന്ന് പറയുന്ന പോലെ, കടലില്ലെങ്കിൽ വേവ് ഇല്ല. പക്ഷേ കടലുണ്ടെങ്കിൽ വേവ് കണ്ടില്ലെങ്കിലും വേവ് അവിടെ ഉണ്ട്. So the ultimate reality on which everything is existing ഇനെയാണ് പുരുഷൻ അല്ലെങ്കിൽ ബ്രഹ്മൻ എന്നൊക്കെ പറയുന്നത്. എക്സ്പ്രഷൻസ് ആണ് ബാക്കിയൊക്കെ. ഇതൊക്കെ പുരുഷന്റെ എക്സ്പ്രഷൻസ് ആണ്. വെള്ളം ഒരു ക്ലൗഡി ഗ്ലാസ്സിലൂടെയോ ക്ലിയർ ഗ്ലാസ്സിലൂടെയോ കാണുമ്പോൾ ഡിഫറെന്റ് ആയി തോന്നുന്നു. വെള്ളം ഡിഫറെന്റ് ആയതുകൊണ്ടല്ല, ദി എക്സ്പ്രസിങ് മീഡിയം ഡിഫറെന്റ് ആയതുകൊണ്ടാണ്. ആ എക്സ്പ്രസിങ് മീഡിയം, നമ്മളൊരു മനുഷ്യന്റെ ഒരു അവസ്ഥ എടുക്കുകയാണെങ്കിൽ ആ എക്സ്പ്രസിങ് മീഡിയം ബിക്കംസ് ദ ഡിഫറെന്റ് എക്സ്പ്രസിങ് മീഡിയ ബിക്കോസ് ഓഫ് സത്വ തമസ് രജസിന്റെ അളവിലുള്ള വ്യത്യാസം കൊണ്ട്.
അല്ല അതെ അത് അപ്പൊ അത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോ ടിവിയില് ഒരു പരിപാടി കാണണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. പക്ഷേ ഇലക്ട്രിസിറ്റി കൊണ്ട് പരിപാടി കാണെങ്കിലും ആ എന്ത് പരിപാടിയാണ് ടിവിയിൽ വരേണ്ടത് എന്നുള്ളത് അത് ഇലക്ട്രിസിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ആർക്ക് വേണേ എന്ത് വേണമെങ്കിൽ കാണിക്കാം. നല്ല പരിപാടി വേണമെങ്കിൽ കാണിക്കാം, ചീത്ത പരിപാടി വേണമെങ്കിൽ കാണിക്കാം. അതായിട്ട് ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഈ കേസിൽ പുരുഷനെയും ബ്രഹ്മനെയും ഒക്കെ ഇലക്ട്രിസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുകയും പരിപാടികൾ നമ്മളെ ഗുണങ്ങളനുസരിച്ച് ഉണ്ടാവുകയും അല്ലേ? നല്ലൊരു വളരെ നല്ല എക്സാമ്പിൾ. അതെ, റിലേറ്റ് ചെയ്യാൻ പറ്റിയ സുരേഷ് ഭായി. പ്രത്യേകിച്ചൊന്നുമില്ല, അത് മനസ്സിലിങ്ങനെ ഇട്ട് ഉറപ്പിക്കുകയായിരുന്നു. കാരണം ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിലും നമ്മള് കഴിക്കുന്ന ചില സമയത്ത് ചിലത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സുഖമുണ്ട്, സംശയമൊന്നുമില്ല. അപ്പോഴും ഒരു സുഖമുണ്ട്, ചിലപ്പോൾ അതിന് ശേഷവും സുഖമുണ്ട്. ചിലത് കഴിക്കുന്ന സമയത്ത് സുഖമുണ്ട്, പക്ഷെ പിന്നെ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് തോന്നും വേണ്ടായിരുന്നു എന്ന് തോന്നും. ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ നമ്മള് ദാനം ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ചിലപ്പോഴൊക്കെ. അതായത് ചിലപ്പോൾ അത് മറന്നു പോകും, നമ്മളത് അറിയത്തേ ഇല്ല. ചിലപ്പോ നമ്മളത് ഇത് ഞാനാണ് എന്നൊരു തോന്നലിൽ നിൽക്കും. ചിലത് കൊടുത്തു കഴിഞ്ഞ് വേണ്ടായിരുന്നു എന്ന് തോന്നും. അങ്ങനെയുള്ള പല പല സന്ദർഭങ്ങളും ഉണ്ട്. ശരിക്കും ഇതിന്നൊക്കെ ഉയരണം എന്നാണ് പറയുന്നത്. ഇതിന്നൊക്കെ സത്വത്തിൽ നിന്ന് വരെ ഉയരണം. സത്വത്തിൽ നിന്നും ഉയർന്നേ പറ്റൂ. കാരണം ജീവബ്രഹ്മ ഐക്യം വേണമെങ്കിൽ പിന്നെ ക്വാളിറ്റീസിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം സത്വത്തിന് ജ്ഞാനസംഗേന ചാനക ബന്ധം, സുഖവും സുഖസംഗേന ബദ്നാതി ജ്ഞാനസംഗേന ചാനക എന്ന് പറയും. സുഖത്തിൽ ബന്ധിപ്പിക്കും. അപ്പൊ സത്വത്തിലാവുമ്പോ എപ്പോഴും എനിക്ക് ഭയങ്കര സുഖമാണ്, എനിക്ക് ഈ സുഖം എന്നും വേണം, എനിക്ക് സുഖം എന്നും വേണം എന്നുള്ളൊരു ഫീലിംഗ് വരും. അതും പാടില്ല, അതിൽ നിന്നും ഉയരണം. പിന്നെ ജ്ഞാനം, എനിക്ക് അറിവുണ്ട്, എനിക്ക് അറിവ് കിട്ടി, ഇനിയും എനിക്ക് അറിവ് ആ ഒരു കാരണം ഇനിയും അറിവ് വേണം എന്ന് തോന്നലുണ്ടെങ്കിൽ എന്താ അർത്ഥം? എന്താണ് അറിയേണ്ടത് അത് അറിഞ്ഞിട്ടില്ല എന്നാണ്. റൈറ്റ്? അപ്പൊ അതിൽ നിന്നും ഉയരണം. ഈ ഫുഡിന്റെ കാര്യം പറഞ്ഞത് ചാന്തോക്യ ഉപനിഷത്തിൽ പറയും, ഫുഡ് എല്ലാ ആഹാരത്തിനും 3 പാർട്സ് ഉണ്ട്. എ വെരി ഗ്രോസ് പാർട്ട്, എ വെരി സട്ടിൽ പാർട്ട് ആൻഡ് എ മീഡിയം പാർട്ട്. ഈ ഏറ്റവും ഗ്രോസ് പാർട്ട് ഓഫ് ദ ഫുഡാണ് എക്സ്ക്രീഷൻ ആയിട്ട് പോകുന്നത്. മീഡിയം പാർട്ട് ഓഫ് ദ ഫുഡാണ് നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ സട്ടിലസ്റ്റ് പാർട്ട് ഓഫ് ഫുഡാണ് മെന്റൽ ക്വാളിറ്റീസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെ. അപ്പൊ അത് കാരണം അപ്പൊ ഗ്രോസ് പാർട്ട് വിച്ച് ബേസിക്കലി ആസ് എക്സ്ക്രീഷൻ, നമ്മുടെ ഉപനിഷത്തിൽ പറയുന്നത് ദാറ്റ് ഈസ് ഓൺലി ദ ടേസ്റ്റ് ഡിറ്റർമിനന്റ്, സ്വാദ്. അപ്പം സ്വാദ് എന്നുള്ള എലമെന്റ് വിച്ച് ഇസ് ദ ഗ്രോസസ്, അതല്ലേ നമ്മൾ ആദ്യം മനസ്സിലാവുക ഒരു ഫുഡില്. അത് is the totally useless component which just get thrown out. Pinne is one component that gets used കാരണം ശരീര ഫങ്ഷൻസിന് ആവശ്യമുണ്ട്, ഫിസിയോളജിക്കൽ ഫങ്ഷൻസിന് ആവശ്യമുള്ളതുകൊണ്ട് ഇപ്പൊ ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്നത്. And then there is a subtle element of food which influences the mind. അതാണ് ചിലപ്പോൾ പറയും ഈ ഡിപ്രഷനും there is a connection between food and mental illness, food and depression എന്നൊക്കെ പറയും. റൈറ്റ്? അപ്പൊ ഇപ്പൊ മെഡിക്കൽ സയൻസ് ഇസ് ടോക്കിംഗ് അബൌട്ട് ഡിപ്രഷൻ ഉള്ളവര് ഷുഡ് നോട്ട് ഈറ്റ് സർട്ടൻ കൈൻഡ്സ് ഓഫ് ഫുഡ്. ദേ ആർ നോട്ട്, മേ ബി നമ്മുടെ വേദാന്തമൊക്കെ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സയൻസ് ഇസ് കമ്മിങ് അറൌണ്ട് ടു ഇറ്റ്. സയൻസ് നോസ് ദ ഫസ്റ്റ് 2 parts, റൈറ്റ്? ഒരു പാർട്ട് ഗോസ് ആസ് എക്സ്ക്രീഷൻ ആൻഡ് ഒരു പാർട്ട് ഇസ് യൂസ്ഡ് ഫോർ ബോഡിലി ഫങ്ഷൻ. സയൻസ് നോസ് ദാറ്റ് വെൽ. ആ 3ാമത്തെ പാർട്ടിലാണ് സയൻസിന് കുറച്ച് ഇത്. ബിക്കോസ് എന്താ കാരണം? when it concerns the mind, you cannot experiment on it and come up to a generalization. കാരണം my mind is not your mind, and science doesn't like things that are different. Science wants to see the same thing done everywhere all the time. If I do it here or somewhere else, science wants the same results. If it's not the same result, science doesn't accept it as science. ഭയങ്കര പോയിന്റ് നാരായണ. Right?
ട്രാൻസ്ഫറിന്റെ കേസ് പറഞ്ഞതും, അതായത് നമ്മള് കൊടുത്ത മൊത്തം കിട്ടുന്നില്ല, പക്ഷെ ആവശ്യം കഴിഞ്ഞ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള സാധനം കൊണ്ടിട്ടാണ് അടുത്ത സൈഡിലോട്ട് പോകുന്നത്. പക്ഷെ വേറൊന്നും കൂടെ ആലോചിക്കണം, നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള സാധനം പക്ഷെ കുറെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ, വാസനാസ് കുറെ ഉണ്ടാക്കിയും വെച്ചിട്ടുണ്ടെങ്കിലോ, അപ്പൊ അതും എടുത്തിട്ട് പോകണം. എല്ലാം മൊത്തം വെച്ചിട്ട് പോണം. അപ്പൊ മാത്രമല്ല പറയുന്നുണ്ട്, അതായത് മനുഷ്യൻ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല, താഴെ അല്ലെങ്കിൽ വേറൊരു മൃഗമായിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയായിട്ടോ ഒക്കെ ജനിക്കാം എന്നുള്ള, അല്ലെങ്കിൽ മാറി അത് അങ്ങനെ വരും എന്നുള്ളൊരു ഇത്. ജനറലി ഭഗവാൻ അങ്ങനെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഡിസ്കറേജിങ് സാധനം ഗീതയിൽ പറയാറേ ഇല്ല. ഹി ഡസന്റ് സേ ദാറ്റ്. ഇങ്ങനെ സട്ടിൽ ആയിട്ടുള്ള ചാൻസ് ഇവിടെയും പോന്ന് പറഞ്ഞില്ല. ഇവിടെ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, മൂഢയോനിഷു ജായതേ, നീ വിഡ്ഢിയായിട്ട്. അപ്പൊ നിനക്ക് സമാധാനമായിട്ട് വേണമെങ്കിൽ ഞാനൊരു വിഡ്ഢിയായ മനുഷ്യനാവെന്ന് വിചാരിച്ചോ, പക്ഷേ വിഡ്ഢിയായ മനുഷ്യൻ എന്ന് പറയുന്നത് മൃഗത്തിന് തുല്യമാണ്, അല്ലെങ്കിൽ മൃഗം വരെ ആവാം, കാരണം ഇന്റലക്ട് യൂസ് ചെയ്യുന്നില്ല നീ എന്നുള്ളതുകൊണ്ട്. ഇന്റലക്ട് യൂസ് ചെയ്യുന്നില്ല എന്നേ മാത്രമല്ല. അതെ. സോ അങ്ങനെ ചിന്തിക്കാം. രാജി, അപ്പൊ ബേസിക്കലി നമ്മൾ ഈ സത്വഗുണം അതിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും, മീൻസ് താഴോട്ട് പോവാതിരിക്കാൻ നോക്കുക, അത്ര തന്നെ അല്ലേ? അതന്നെ, താഴോട്ട് പോവാതിരിക്കാൻ നോക്കുക, പരമാവധി താഴോട്ട് പോവാതിരിക്കാൻ നോക്കുക. വിച്ച് ഈസ് ഭഗവാൻ വരും. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല താഴോട്ട് പോവാതിരിക്കാൻ, റൈറ്റ്? സോ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഇനി സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ നിനക്ക് ഇതൊക്കെ ഞാൻ തരേണ്ട ആവശ്യമില്ലല്ലോ, ഇതൊക്കെ നീ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ സ്റ്റാറ്റസ് കോ ചെയ്യാനെങ്കിൽ. അപ്പൊ ഉയരുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ താഴോട്ട് പോവാതിരിക്കുക എന്ന് വിചാരിക്കുന്നത് നമുക്കൊരു അംബീഷൻ ഇല്ലാത്ത പോലെ ആവും, റൈറ്റ്? നമുക്ക് താഴോട്ട് പോകണ്ട, ഇങ്ങനെ ഇരുന്നാൽ മതി എന്ന് പറയുമ്പം നിങ്ങള് തമസിലേക്ക് വീഴും അറിയാതെ തന്നെ. അപ്പം ഉയരുക എന്നുള്ളതാണ്, എവിടെയാണോ അവിടെ നിന്ന് ഉയരുക, പരമാവധി ശ്രമിക്കുക അവിടെ നിന്ന് ഉയരാൻ ശ്രമിച്ചുകൊണ്ടേ. ആദ്യം എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഒന്നും അറിയണം അല്ലെ? ശരിക്കും ആ ഒരു സെൽഫ് ഇവാലുവേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ്. ഈ പറഞ്ഞ 16 ശ്ലോകങ്ങളും സെൽഫ് ഇവാലുവേഷൻ അല്ലേ? നമുക്ക് നോക്കിയാൽ അറിയാം. അപ്പൊ നമ്മൾ തന്നെ സ്വയം ഇവാലുവേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മള് ശ്രീറാം നേരത്തെ പറഞ്ഞ മാതിരി നമ്മളൊരു സാധനം കൊടുക്കുമ്പോ ഞാൻ കൊടുത്തു എന്നൊരു ബോധം ഉണ്ടാവുക ഈസ് യൂഷ്വൽ, റൈറ്റ്? അപ്പൊ പക്ഷെ ആ ബോധം ഉണ്ടായി അതുണ്ടാവരുത് എന്ന അറിയല് ഒരു പ്രധാന സ്റ്റെപ്പ് അല്ലേ? അതുണ്ടാവുക, റൈറ്റ്? ഓക്കെ, എനിക്ക് ഞാനിത് കൊടുത്തു, ഞാനൊരു ഡോണറാണ്, ഞാനാണ് ഇത് ഇത്രയും കാശ് കൊടുത്തതെന്ന് അയ്യോ തോന്നരുത് കേട്ടോ, ഇതെങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവരുത് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇത് മാറ്റി വെക്കണം എന്നൊരു തോന്നൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ? സോ ദാറ്റ് ഈസ് വൺ എവല്യൂഷൻ. അതുമാതിരി വല്ലാണ്ട് ആലസ്യം, എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യാന്നിരിക്കുന്നവിടെ ഭയങ്കര ആലസ്യം, പ്രമാദം, എഴുന്നേറ്റ് പോയിട്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് ജോഗ് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ ഗുണമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാം. വെറുതെ ഈ കിടന്ന് മടി പിടിച്ചിരിക്കുന്നവരെ ഗുണമുള്ള വല്ലതും വായിക്കാം. യുവർ ചെറിയ ചെറിയ കാര്യങ്ങൾ യു ആർ ട്രൈങ് ടു റൈസ് അപ്പ്. എന്തെങ്കിലും, അല്ലെങ്കിൽ ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റിയ ഒരു ചാൻസ്. ഇവിടെ വെറുതെ ഇരിക്കുന്നത്, ആരോ ചോദിച്ചു ഇങ്ങനെ എവിടെയെങ്കിലും വന്ന് കുറച്ചു നേരം എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കുകയാണ്, എന്നാൽ ഞാൻ പോയി ഹെൽപ്പ് ചെയ്യാം. ദാറ്റ്സ് എ ഗുഡ് തോട്ട്. റാദർ ദാൻ വലിയ ഇവിടുത്തെ എന്താ അവര് പറഞ്ഞു, ഞാൻ അതിന്റെ അതുവരെയൊക്കെ പോയിട്ട് എന്ത് ചെയ്യാൻ അവിടെ ഇരിക്കും, റൈറ്റ്? നമുക്ക് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ തന്നെ. പക്ഷെ എന്താണ് വേണ്ടത്? നമ്മൾ സ്വയം വാച്ച് ചെയ്യണം. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. കോൺസ്റ്റന്റ്ലി കീപ് വാച്ചിങ് നമ്മളെ തന്നെ. ദാറ്റ് ബിക്കംസ് എൻ ഇംപെറേറ്റീവ് ഇൻ എ സ്പിരിച്വൽ പ്രോഗ്രസ്. വേദാന്തത്തിൽ എന്തിലാണെങ്കിലും പറയുന്നത് സ്വയം സെൽഫ് ഇവാലുവേഷൻ. നോബഡി ഈസ് ദേർ ടു ഇവാലുവേറ്റ് യു, റൈറ്റ്? പുറമേ നിന്ന് ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് ഗ്രേഡ് ഒന്നും തരാൻ പോകണില്ല. ഇറ്റ് ഈസ് ഓൺ യുവർ ഓൺ. വേറെ വല്ലതും ഉണ്ടോ രാജി? ഇല്ല. അല്ല, പക്ഷെ സത്യം പറഞ്ഞാല് നമ്മള് ഈ ലെവൽ അറിയാൻ പറ്റുന്നില്ല എന്നുള്ളത് വല്ലാത്തൊരു മീൻസ് ഇപ്പം കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ ഉള്ള സംഭവങ്ങളൊന്നും നമുക്ക് അറിയുന്നില്ലല്ലോ. അതൊരു ശരിക്കൊരു വല്ലാത്തൊരു എന്താ പറയാ, നമുക്ക് അറിയാന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് തിങ് തന്നെയല്ലേ അതില്. നമ്മൾ എന്തൊക്കെയാ ചെയ്തു വെച്ചാൽ നമുക്ക് അറിയില്ലല്ലോ. കഴിഞ്ഞ ജന്മത്തിൽ എന്താവെന്ന് ഭഗവാൻ അറിയിച്ചു തന്ന പ്രശ്നമായില്ലേ? ലിവ് ഇൻ ദ പ്രസന്റ്, ലിവ് ഇൻ ദ പ്രസന്റ്, ലിവ് ഇൻ ദ പ്രസന്റ്. പാസ്റ്റ് ഇസ് ഗോൺ, ഫ്യൂച്ചർ ഇസ് ഓൺലി ആൻസൈറ്റി എന്ന് പറയുന്ന ഒരു ഭഗവാൻ പഴയത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ തുടങ്ങി. അത് പ്രശ്നമായില്ലേ? ഫണ്ടമെന്റലി ഫ്ലോഡ് ആയില്ലേ ഹോൾ തിയറി? ദെൻ
എന്തിനാണ് നിനക്ക് നിന്റെ പാസ്റ്റ് ഞാൻ അറിയേണ്ടത്? ഞാൻ എന്താ പറയാൻ കാരണം അതല്ല, എന്റെ മോൻ എന്നോട് ഇങ്ങനെ ചോദിക്കുക, അപ്പൊ അവൻ എന്നോട് ചോദിക്കും ഇതിനൊക്കെ എന്താ പ്രൂഫ് ഉള്ളത്. ഇപ്പൊ പറഞ്ഞു അവസാനം നേരെ തിരിച്ച്, ഇത്രയും കാലം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ല. ഇപ്പം ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ എന്താ പ്രൂഫ് ഉള്ളത്. അല്ല, അപ്പൊ നല്ലതാണ് അങ്ങനെയൊക്കെ പ്രൂഫ്. ചോദിക്കാൻ നമുക്ക് ആൻസർ പറയാൻ പറ്റുന്നില്ല. ഇല്ല, പ്രൂഫ് ഇല്ല. എന്താ പ്രൂഫ് ഉള്ളത് ചോദിക്കുന്നത് നല്ലതാണ്. കുട്ടികൾ ഇൻക്വിസിറ്റീവ് ആവുന്നത് നല്ലതാണ്. എന്താ പ്രൂഫ് ഉള്ളത് ചോദിച്ചാൽ മോനെ നീ കണ്ടുപിടിക്കൂ, ദാറ്റ്സ് യുവർ ചാലഞ്ച്, ഗോ ഫൈൻഡ് ഇറ്റ് ഔട്ട് എന്ന് പറയൂ. പ്രൂഫ് നീ കണ്ടുപിടിക്കൂ, നിന്റെ പ്രൂഫ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്, റൈറ്റ്? ഇതൊന്നും കാരണം എല്ലാ എക്സ്റ്റേണൽ നോളജിലും ഐ ക്യാൻ ഷോ യു എ പ്രൂഫ് ഓഫ് സംതിങ്. The moment I show you a proof, that proof is different from you and me, correct? I am showing you a proof that something exists. That something is different from you and me. If the proof is you and you and me are the same, will I find out the proof through you, or will you find out the proof through me? Is it going to happen? Right? The knower, knowledge and known. നമ്മുടെ എല്ലാ ട്രാൻസാക്ഷണൽ ലേണിംഗിലും ഈ ട്രൈഫെക്റ്റ, ഈ ത്രിപുടിയാണ്. പഠിക്കുന്ന ഒരാളുണ്ട്, പഠിക്കുന്ന ഒരു വസ്തുവുണ്ട്, അതിനെക്കുറിച്ചൊരു അറിവുണ്ട്. ഈ മൂന്ന് സാധനങ്ങളുടെ ഇടയിലാണ് ഈ കിടക്കുന്നത് മുഴുവൻ. പഠിക്കുന്ന ആളും പഠിക്കുന്ന വസ്തുവും അതിനെക്കുറിച്ചുള്ള അറിവും ഒന്നായാലോ പിന്നെ പ്രൂഫ് എന്നുള്ളൊരു സാധനം തന്നെ ഉണ്ടോ? റൈറ്റ്? അപ്പൊ അവിടെയാണ് ദാറ്റ്സ് എ ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡ് ദാറ്റ് യു തിങ്ക്. പക്ഷെ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് മേ ബി ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ദം ടു കോൺസെപ്ച്വലൈസ് ആൻഡ് ഗ്രാസ്പ് ഇറ്റ്, ബട്ട് ആസ്ക് ദം ടു ഫൈൻഡ് ഔട്ട് ഫോർ യുവർ ഓൺ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അങ്ങനെയൊന്നും ചോദിക്കാറ്. മൂകാംബികേ ദേവി ജഗദംബികേ മുപ്പാരിനും നിത്യവരദായികേ. മൂകാംബികേ ദേവി ജഗദംബികേ മുപ്പാരിനും നിത്യവരദായികേ. അടിയനിൽ വിടരും പത്മദളങ്ങളിൽ അവതരിക്കൂ ദേവി, അനുഗ്രഹിക്കൂ. മൂകാംബികേ ദേവി ജഗദംബികേ മുപ്പാരിനും നിത്യവരദായികേ. കാലാധിപത്യം കലകൾക്കെന്നാളും ആധാരം നീയല്ലോ. കാലാധിപത്യം കലകൾക്കെന്നാളും ആധാരം നീയല്ലോ. അനശ്വരങ്ങളാം അക്ഷരവിദ്യതൻ, അനശ്വരങ്ങളാം അക്ഷരവിദ്യതൻ അക്ഷരനിധിയും നീയല്ലോ. മൂകാംബികേ ദേവി ജഗദംബികേ മുപ്പാരിനും നിത്യവരദായികേ. അടിയനിൽ വിടരും പത്മദളങ്ങളിൽ അവതരിക്കൂ ദേവി, അനുഗ്രഹിക്കൂ. മൂകാംബികേ ദേവി ജഗദംബികേ മുപ്പാരിനും നിത്യവരദായികേ. കാതിനു പീയൂഷം കണ്ണിനു കർപ്പൂരം കാനനമേഖല ചേതോഹരം. കാതിനു പീയൂഷം കണ്ണിനു കർപ്പൂരം കാനനമേഖല ചേതോഹരം. തമ്പുരുമീട്ടി ഋതുക്കൾ വരുന്നു, തമ്പുരുമീട്ടി ഋതുക്കൾ വരുന്നു, നിൻ തിരുനടയിലിതുദാരം. മൂകാംബികേ ദേവി ജഗദംബികേ മുപ്പാരിനും നിത്യവരദായികേ. അടിയനിൽ വിടരും പത്മദളങ്ങളിൽ അവതരിക്കൂ ദേവി, അനുഗ്രഹിക്കൂ. മൂകാംബികേ ദേവി ജഗദംബികേ മുപ്പാരിനും നിത്യവരദായികേ.